أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية وما كان لرسول أن يأتي بآية إلا بإذن الله لكل أجل كتاب. صدق الله العلي العظيم. ബഹുനിരായ മുഅ്മിനീങ്ങളെ, പ്രഗത്ഭരായ ഉസ്താദുമാരെ, കമ്മിറ്റി ഭാരവാഹികളെ, മിനാത്തുകളെ, കുടുംബജീവിതം ഖുർആനിലൂടെ എന്ന ഒരു ടൈറ്റിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാ സ്ഥലത്തും ഇങ്ങനൊരു വിഷയം കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് തീരെ സമാധാനം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? അങ്ങനെ ഉണ്ടോ? വളരെ താല്പര്യത്തോടെ, വളരെ ആഗ്രഹത്തോടെ കല്യാണമൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ പഠിച്ചോണ്ട് ഇത് വേണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോവാൻ. എല്ലാ വേദിപ്പും എടുത്തിട്ട് ഇവിടെ കുടുംബജീവിതം ഈ ഒരാഴ്ചയിൽ എത്ര സ്ഥലത്ത് ഈ വിഷയം തിന്നെന്നറിയാം. ഇൻഷാ അല്ലാഹ് ഏതായാലും അല്ലാഹു നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഞാൻ തുടങ്ങുന്ന വിഷയത്തിലേക്ക് തന്നെ പോവാൻ. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബജീവിതങ്ങളെക്കുറിച്ച്. ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും കല്യാണം കഴിച്ച ആളുകളാണ്. കല്യാണം കഴിക്കാതെ ഒരൊറ്റ ഒരാളേ ഉള്ളൂ, അത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബി അലൈഹിസ്സലാം രണ്ടാമത് നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു വരികയും, ഇതിന് സൗണ്ടില്ല, ആ സൗണ്ടാണ് എനിക്ക് കേൾക്കുന്നുള്ളത്, ഇതിന് സൗണ്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം രണ്ടാമത് ഭൂമിയിലേക്ക് കടന്നു വരികയും എന്നിട്ട് കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുമെന്നും അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ പണ്ഡിതന്മാരും നമ്മോട് പഠിപ്പിക്കുകയാണ്. കല്യാണം വളരെ പവിത്രമാണ്. അന്നിക്കാഹു മിൻ സുന്നതി, കല്യാണം എന്നുള്ളത് എന്റെ ചര്യയിൽപ്പെട്ടതാണ്, എന്റെ സുന്നത്താണ്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാതെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് മുറുകെ പിടിക്കാൻ ആഗ്രഹമില്ലാതെ കല്യാണം കഴിക്കാതെ ജീവിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഫലൈസ മിന്നി, അവൻ എന്നിൽ പെട്ടവനല്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മഹാനായ അക്കാഫ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞതും ഇത് തന്നെ. എന്തേ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ, നബിയെ ഒന്നുമില്ല, വെറുതെ കഴിക്കാത്തതാണ്. പൈസ ഉണ്ടോ കയ്യിൽ? ഉണ്ട് നബിയെ, ഒരുപാട് പൈസയുണ്ട് നബിയെ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, മോനെ പോയി കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരാണ് ഏറ്റവും മോശക്കാരായി മാറുന്നത്. പിശാചിന്റെ ആയുധം കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരാണ്. നാട്ടിൽ ഫിത്നയുണ്ടാക്കാനും ഫസാദ് ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പിശാച് ഉപയോഗിക്കുന്ന ആയുധം അത് ചെറുപ്പക്കാരാണ്, കല്യാണം കഴിക്കാത്തവർ. നിങ്ങളിൽ ഏറ്റവും മോശമായി മരിക്കുന്നതും കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ശിറാറുക്കും ഉസ്സാബുക്കും, നാട്ടിൽ ചെമ്മാടികളായി നടക്കുന്നതും കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരാണ്. അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്.
ഇയ്യാകും വൽ ജുലൂസ ഫിത്തുറുഖാത്ത്, നിങ്ങൾ വഴിയിൽ ഇരിക്കാൻ പാടില്ല. വഴിയിലോ ബസ് സ്റ്റാൻഡിലോ പീടികത്തിണ്ണയിലോ റോഡിന്റെ സൈഡുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിന്റെ പുറത്തിരിക്കുന്ന സ്ഥലങ്ങളിലോ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഇയ്യാകും വൽ ജുലൂസ ഫിത്തുറുഖാത്ത്, വഴികളിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ ഇരിക്കേണ്ടതൊന്നുകിൽ വീട്ടിലാണ് അല്ലെങ്കിൽ പള്ളിയിലാണ്, വെറുതെ വഴിയിൽ ഇരിക്കാൻ പാടില്ല. സ്വഹാബാക്കൾ ചോദിച്ചു, മാലനാ ബുദ്ദും മിനൽ ജുലൂസ്, നബിയേ ഞങ്ങൾക്ക് ഇരിക്കാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്കിരുന്നേ പറ്റൂ നബിയേ, ഞങ്ങൾക്ക് അവിടെ ഇരുന്നില്ലെങ്കിൽ ശരിയാവൂല നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഫഇദാ അബൈതും ഇല്ലൽ മജ്ലിസ്, നിങ്ങൾക്ക് അവിടെ ഇരിക്കാതിരിക്കാൻ പറ്റില്ലെങ്കിൽ, അവിടെ ഇരുന്നേ പറ്റുമെങ്കിൽ ഫഅതു ത്വരീഖ ഹഖ്ഖഹാ, വഴിക്കതിന്റെ അതിന്റെ കടമകൾ, അതിന്റെ ബാധ്യതകൾ നിങ്ങൾ കൊടുക്കണം. ഓരോ വഴിക്കും ഓരോ കടമകളുണ്ട്, ഓരോ സ്ഥലത്തിനും ഓരോ ബാധ്യതയുണ്ട്, അത് നിങ്ങൾ കൊടുക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സഹാബാക്കൾ ചോദിച്ചു, വമാ ഹഖ്ഖു ത്വരീഖ് യാ റസൂലല്ലാഹ്, നബിയേ വഴിക്കുള്ള ബാധ്യത എന്താണ്, എന്താണ് വഴിയുടെ കടമ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഗള്ളുൽ ബസ്വരി, കണ്ണ് ചിമ്മണം അവിടെ ഇരുന്നാൽ. അവിടെ ഇരുന്നാൽ അതിലൂടെ അന്യ പെണ്ണുങ്ങൾ പോയേക്കാം, അന്യ സ്ത്രീകൾ പോയേക്കാം. അവിടെ അന്യ സ്ത്രീകൾ പോകുമ്പോൾ ഹറാമ് കാണാൻ പാടില്ല, കണ്ണ് ചിമ്മണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ 21-ാം നൂറ്റാണ്ടിലെ ചെറുപ്പക്കാർ എന്തിനാണ് വഴിയിൽ പോയിരിക്കുന്നത്? അത്യാവശ്യത്തിന് ഇരിക്കുകയാണോ? അല്ല, പെണ്ണിനെ കാണാൻ വേണ്ടി, കമന്റ് അടിക്കാൻ വേണ്ടി. പൂവാലന്മാരായി നമ്മുടെ ചെറുപ്പക്കാർ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അത്യാവശ്യമാണെങ്കിൽ വരെ അവിടെ ഇരുന്നാൽ ഹറാമ് കാണാൻ പാടില്ല. ഹറാമ് കാണാൻ വേണ്ടി നമ്മളവിടെ പോയിരിക്കുകയാണ്. നബി തങ്ങളുടെ വാക്കുമായി വല്ല ബന്ധവുമുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ശിറാറുക്കും ഉസ്സാബുക്കും, നിങ്ങളിൽ ഏറ്റവും മോശക്കാർ, ഏറ്റവും ചെമ്മാടികൾ, അത് കല്യാണം കഴിക്കാത്ത, ഞാൻ ബാച്ചിലർ ആണെന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ചെറുപ്പക്കാരാണ്. ഇനി കല്യാണം കഴിഞ്ഞ ആളും വായ നോക്കിയിരിക്കുന്നുണ്ടാകും, അവരെ കുറിച്ച് ചർച്ചയില്ല നമ്മള്, അല്ലെ? കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഒരു മാറ്റമില്ല, പിന്നെ ആ പീടികത്തിണ്ണയിലുണ്ട്, ബസ് സ്റ്റാൻഡിലുണ്ട്, എവിടെയൊക്കെ കമന്റ് അടിക്കാനും വായ നോക്കാനും പോകുന്നുണ്ടോ? ബൈക്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോ അവിടെ പോവാനുണ്ട്. അയാളെ കുറിച്ചിട്ട് എന്ത് പറയാനാ? കല്യാണം കഴിച്ചിട്ടെങ്കിലും നന്നാവണ്ടേ, അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ബോധമുണ്ടാവും. അള്ളാഹു നമ്മൾക്കൊക്കെ ബോധം നൽകുമാറാവട്ടെ. ഏതായാലും വഴിയുടെ കടമ എന്താണ്? ഗള്ളുൽ ബസ്വർ, കണ്ണ് ചിമ്മണം. അതേപോലെ വഖഫുൽ അദാ, വഴിയിൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വരുന്ന ആളുകളെ കുറിച്ച് കുറ്റം പറയാനോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അവിടെ യാതൊരു കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ പാടില്ല. വറദ്ദുസ്സലാം, സലാം അടക്കണം. ആരെങ്കിലും സലാം പറഞ്ഞാൽ വൽ അംറു ബിൽ മഅറൂഫി, നന്മ കൊണ്ട് കൽപ്പിക്കണം. ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. വഴിയിലിരിക്കുന്ന ചെറുപ്പക്കാർ, പീടികത്തിണ്ണയിലിരിക്കുന്ന ചെറുപ്പക്കാർ, ക്ലബിലിരിക്കുന്ന ചെറുപ്പക്കാർ ഈ വിഷയം ശ്രദ്ധിക്കണം. എന്തിനാണ് ക്ലബിൽ പോയിരിക്കുന്നത്? വൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കാനായിരിക്കണം. നിസ്കരിക്കാത്തവനെ ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിലേക്ക് കൊണ്ടുപോകാനായിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ചെറിയ ബോക്സ് തിരിക്കോ? എത്തല്ലേ? ഇതില്ല, ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്? അതില്ല, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിന് സൗണ്ട് ഇല്ല മോണിറ്ററിന്. കഴിയുമെങ്കിൽ ഇതേതെങ്കിലും ഒരു ചെറിയ ബോക്സ് കൊടുത്ത് അത് തിരിച്ചാലും മതി. ആ സാധനം നിങ്ങൾക്കറിയാലോ, വേറെ പറയുന്നതൊക്കെ മോണിറ്റർ നിർബന്ധമാണെന്ന്. നിങ്ങൾക്ക് വഴി വേണമെന്ന് നിർബന്ധമാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണം, ആളുകളോട് നന്മ പറയണമെന്ന്. ഇതൊക്കെ ഉണ്ടായിട്ടെങ്കിൽ എത്ര മതി? മതി. അൽ അംറു ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അവിടെ പോയി കളി കണ്ടിരിക്കാനല്ല, അവിടെ പോയി ക്യാരംസ് ചൊട്ടാനല്ല, അവിടെ പോയി സിനിമ കാണാനല്ല, അവിടെ പോയി ഫോൺ വീഡിയോകൾ പരസ്പരം ഷെയർ ചെയ്യാനല്ല, അവിടെ പോയി നാട്ടിന്റെ ഫസാദുകൾ, പള്ളി കമ്മിറ്റിയെ കുറിച്ച്, പള്ളിയെ കുറിച്ച് പറയാനല്ല. അൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണേ. വന്നഹിയു അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കണമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത് എന്നും, ഇനി കല്യാണം കഴിഞ്ഞവരാണ് കുഴപ്പമുണ്ടാക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ അടുത്തുള്ള ശിക്ഷ അതിഭയാനകമാണ്. കല്യാണം കഴിയാത്ത ബാച്ചിലേഴ്സ് ഉള്ളതിനേക്കാളും ഇരട്ടിയായ ശിക്ഷയാണ് കല്യാണം കഴിഞ്ഞവർ തോന്നിവാസം കാട്ടിയാൽ. വ്യഭിചാരത്തിന്റെ ശിക്ഷ നോക്കണം നമ്മൾ.
കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ടാൽ രണ്ടുപേരെയും നാട് കടത്തണം, നാട്ടിൽ നിന്ന് പുറത്തേക്ക് അയക്കണം. ഇനി കല്യാണം കഴിഞ്ഞവരാണ് ദാമ്പത്യ ജീവിതം ആസ്വദിച്ചതിന് ശേഷം മറ്റൊരു പെണ്ണുമായോ മറ്റൊരു പുരുഷനുമായോ വ്യഭിചാരം നടത്തിയാൽ രണ്ടുപേരെയും കല്ലെറിഞ്ഞ് കൊല്ലാനാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡിഫറൻസ് ഉണ്ടോ? കല്യാണം കഴിയാത്തവന്റെയും കല്യാണം കഴിഞ്ഞവന്റെയും ഇടയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു വ്യത്യാസമുണ്ട്. അതെന്താ? അവനത് എന്തെന്ന് മനസ്സിലായിട്ടില്ല, ഇവന് മനസ്സിലായി, എന്നിട്ടും തെറ്റ് ചെയ്യാൻ പോകരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്, നബിയേ നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. നിങ്ങൾക്ക് മുമ്പ് 1,00,000 ചില്ലാനം അമ്പിയാക്കൾ കടന്നു വന്നിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ, എല്ലാവർക്കും ഞാൻ ഇണകളെ നൽകി, എല്ലാവർക്കും ഞാൻ സന്താനങ്ങളെ നൽകി. ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയിൽ നിന്ന് വഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു പടക്കുകയും അങ്ങനെ ഒരു കുടുംബജീവിതത്തിന്റെ കഥ പ്രാരംഭ ദിശയിൽ തന്നെ അല്ലാഹു നമ്മൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ആദിമ മനുഷ്യനാരാ? ആദം നബി അലൈഹിസ്സലാമാണല്ലോ. എന്നാൽ ആദം നബി അലൈഹിസ്സലാമിനെ ഒറ്റയ്ക്കാണോ സൃഷ്ടിച്ചത്? അല്ല, തൊട്ടുടനെ ഹവ്വാ ബീവിയെ സൃഷ്ടിക്കുകയും എന്നിട്ട് ഇണകളായി അവരെ വളർത്തുകയും ചെയ്തു. അവരിൽ നിന്ന് ഹാബീൽ ഉണ്ടായി, അവരിൽ നിന്ന് ഖാബീൽ ഉണ്ടായി, അവരിൽ നിന്ന് മറ്റനേകം മക്കളുണ്ടായി. وما كان لرسول أن يأتي بآية إلا بإذن الله لكل أجل കിതാബ്. അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കളെല്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന പാതയാണ് കല്യാണം കഴിക്കൽ എന്ന് പറഞ്ഞാൽ. എന്താണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ? ഒരു ഉപ്പ, ഒരു മകൻ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഇതല്ലേ ഒരു കുടുംബജീവിതം അല്ലേ? ഉപ്പയ്ക്ക് മക്കളോടുള്ള ബാധ്യതകൾ, മക്കൾക്ക് ഉപ്പയോടുള്ള ബാധ്യതകൾ, ഒരു ഭർത്താവിന് ഭാര്യയോട്, ഭർത്താവിന് ഭാര്യയോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, മക്കൾക്ക് ഉമ്മയോട്, ഉമ്മയ്ക്ക് മക്കളോട്, സഹോദരങ്ങൾക്ക് അനുജന്മാരോട്, പെങ്ങന്മാരോട്. ഈ പെരുമാറ്റത്തെ കുറിച്ച്, ഇവരോടുള്ള സ്വഭാവങ്ങളെ കുറിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധ ഹദീസിലൂടെയും പഠിപ്പിച്ചു തരുന്ന വഴിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. എന്തേ? നിങ്ങൾക്ക് ഭാര്യ ലഭിച്ചത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? എനിക്കൊരു ഭാര്യ കിട്ടിയത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണല്ലോ. ഇതിൽ ചിന്തിക്കാനുണ്ട്. നമ്മുടെ അതേ ഇനത്തിൽ നിന്നാണ് അള്ളാഹു ഭാര്യയെ തന്നത്. ഒരു പശുവിനെ പിടിച്ച് കല്യാണം കഴിക്കാൻ പറഞ്ഞാലോ? അങ്ങനെ കഴിക്കുന്നവരുണ്ട്. നായയെ കല്യാണം കഴിക്കുന്നവരുണ്ട്, പശുവിനെ കഴിക്കുന്നവരുണ്ട്. പഠിച്ചോനെ, അള്ളാഹു പറയുന്നു അതൊന്നുമല്ല കല്യാണങ്ങൾ, അതൊന്നുമല്ല ബന്ധങ്ങൾ. ومن آياته أن خلق لكم من أنفسكم أزواجا, നിങ്ങൾക്ക് നിങ്ങളുടെ അതേ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ട ഇണകളെ തന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്. എന്തിനാണ് നിങ്ങൾക്ക് ഭാര്യമാരെ തന്നത്? പരിശുദ്ധ ഇസ്ലാം കുടുംബജീവിതത്തിന്റെ ആവശ്യകത പറഞ്ഞു തരികയാണ്. എന്തിനാണെന്നറിയോ അല്ലാഹു ഭാര്യമാരെ തന്നത്? ലിതസ്കുനൂ ഇലൈഹാ, അവളുടെ കൂടെ കൂടി മനസ്സിന് സംതൃപ്തി ലഭിക്കാനാണ്. കല്യാണം കഴിച്ച പിന്നെ ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇന്ന് എന്താ നടക്കുന്നത് അല്ലെ? കല്യാണം കഴിച്ച ടെൻഷൻ ഉണ്ടാവാൻ പാടില്ലെന്ന് ഖുർആൻ പറയാണ്. പക്ഷെ ഇന്നെന്താ? എന്റെ ചെറുപ്പക്കാർ എത്ര വയസ്സായി? 30 വയസ്സ്. എന്താ കല്യാണം കഴിക്കാത്തത്? ഉസ്താദ് വെറുതെ ചങ്കില് വള്ളിയിടണോ? അങ്ങനെ ചോദിക്ക. കല്യാണം കഴിക്കാത്ത കുട്ടികളോട് ഇത് ആര് പറഞ്ഞു കൊടുത്തു? കല്യാണം കഴിഞ്ഞവർ എന്താ പറയുന്നത്? കല്യാണം കഴിക്കണ്ട മോനെ, കഴിച്ചാ പൊട്ടുപോയി എന്നാ പറഞ്ഞു കൊടുക്കുക. അതൊന്നല്ലേ ഇസ്ലാം പറയാൻ. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറഞ്ഞത് നല്ല സ്നേഹവും സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവാനാണ്. അങ്ങനെ ഉണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾ എന്തോ ഒരു സന്തോഷത്തോടെ, എന്തോ ഒരു സ്നേഹത്തോടെ ജീവിക്കുന്നവർ. അള്ളാഹു നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. لتسكنوا إليها وجعل بينكم مودة ورحمة. ഇന്നലെ വരെ ആരുമല്ലാത്ത ഒരു പെണ്ണ് ഇന്ന് ഭർത്താവില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ. കല്യാണത്തിന്റെ ആദ്യ രാത്രികളിൽ
ഭർത്താവിന്റെ കൂടെ ഉറങ്ങുവാനും ഭർത്താവിന്റെ കൂടെ ജീവിക്കുവാനും മടികാട്ടുന്ന പെണ്ണ്, ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പേടി തോന്നുന്ന പെണ്ണ്, 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല അല്ലേ? പിന്നെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും ചങ്ങാതിമാരെക്കാളൊക്കെ സ്നേഹം ആരോടാ? ഈ ഭർത്താവിനോട്. ഏത് ഭർത്താവ്? 2 ദിവസം മുമ്പ് വരെ എങ്ങനെയാണാവോ എന്റെ ഭർത്താവിന്റെ കൂടെ ഉപ്പയില്ലാതെ ഉമ്മയില്ലാതെ ആങ്ങളമാരില്ലാതെ ഞാൻ ജീവിക്കുന്നത് എന്ന് കരുതിയ പെണ്ണിനെ കല്യാണം കഴിഞ്ഞ് 2 ദിവസമാകുമ്പോൾ ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. എന്റെ അല്ലാഹു പറയാണ്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തന്നത് ഞാനാണ്. ഏതോ മുഖ്മൂലയിൽ നിന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു മുമ്പ് കണ്ടിട്ടില്ല, ആ കുടുംബത്തെ അറിഞ്ഞിട്ടില്ല. പക്ഷേ കല്യാണം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ സ്നേഹം തന്നത് ഞാനാ. വജഅല ബൈനകും മവദ്ദ വറഹ്മ, അവരോട് കാരുണ്യം കാണിക്കാനുള്ള അങ്ങനെ ഒരു കാരുണ്യം തന്നതും ഞാനാണ് എന്നല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതിലും നമ്മൾ ചിന്തിക്കണം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഇതിലും ദൃഷ്ടാന്തമുണ്ട് ഇല്ലേ? ഇന്നലെ വരെ പരിചയമില്ലാത്തവർ പെട്ടെന്നങ്ങോട്ട് സ്നേഹത്തിന്റെ പ്രതീകങ്ങളായി മാറുന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മൾക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ തൗഫീഖ് ചെയ്യട്ടെ. ഭാര്യമാര് ഭർത്താക്കന്മാരോട് സ്നേഹത്തോടെ പെരുമാറണം. അതേപോലെ ഭർത്താക്കന്മാര് തിരിച്ചും സ്നേഹിക്കണം. മക്കള് മാതാപിതാക്കൾ പറഞ്ഞതനുസരിക്കണം. ഉപ്പമാര് മക്കളോടും നല്ല രീതിയിൽ പെരുമാറണം. എങ്കിലേ നല്ല ഒരു കുടുംബമായി ജീവിക്കാൻ പറ്റൂ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അക്രിമുൻ നിസാ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ബഹുമാനിക്കണേ. ഭാര്യമാര് വരുമ്പോ എണീറ്റിക്കുക, അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? അക്രിമുൻ നിസാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കണം. ഇത് ഇസ്ലാമല്ലാതെ പിന്നെ ഏത് മതമാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്? ഏത് മതം ഭാര്യമാരെ ബഹുമാനിക്കാൻ പറയുന്ന മതം എവിടെ? അക്രിമുൻ നിസാ, ഭാര്യമാരെ, സ്വന്തം ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കണം. ആ ഭാര്യയുടെ വായയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഉരുള, അതിന് പോലും സ്വതഖയുടെ പ്രതിഫലമുണ്ടെന്നും മുത്തു റസൂലുള്ളാഹ്. ആരെങ്കിലും ഇട്ട് കൊടുത്തോ? ഭാര്യയോട് സ്നേഹത്തിൽ ഒന്ന് ചോറൊക്കെ ഉരുളയാക്കി ഭാര്യയുടെ വായിലിട്ട് കൊടുത്ത ആള് കൈപൊക്കാൻ പറഞ്ഞ ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടോ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 2-3 ആഴ്ച പഠിച്ചോ എന്താ സ്നേഹം, പഞ്ചാരയാണ് എല്ലാരും. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ഇതൊക്കെ പോയി. പിന്നെ ഭർത്താവ് വേറെ ഭാര്യ വേറെ, എങ്ങനെയാണ് ജീവിക്കുക? പക്ഷെ അങ്ങനെയല്ല. സ്നേഹം വർഷം കൂടുമ്പോഴും സ്നേഹവും വർദ്ധിക്കണമെന്നാണ്. അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബി തങ്ങൾ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് മെൻസ്ട്രേഷൻ പീരിയഡുകളിൽ ഹൈലുകാരിയായിരിക്കെ അല്ലാഹുവിന്റെ ഹബീബ് ഇറച്ചി കൊണ്ടുവരുമായിരുന്നു. ഇറച്ചി കൊണ്ടുവരും, എന്നിട്ട് ഇറച്ചി കഷ്ണം ആയിഷയ്ക്ക് കൊടുക്കും. ആയിഷ നീ കഴിക്കണമെന്ന് പറയും. ആയിഷ ബീവി കഴിക്കുന്ന ഭാഗം അല്ലാഹുവിന്റെ ഹബീബ് നോക്കിയിരിക്കും. എന്നിട്ട് അതേ സ്ഥലത്ത് അല്ലാഹുവിന്റെ ഹബീബും കഴിക്കും. ഇത് കല്യാണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ മാത്രമല്ല, 60ാമത്തെ വയസ്സിൽ വൃദ്ധരായിരിക്കെയാണ് സ്നേഹം പങ്കിടുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഭാര്യ കുടിച്ച ഗ്ലാസ്സിൽ വരെ നമ്മൾ കുടിക്കൂല അല്ലെ? ഭാര്യ തിന്ന പ്ലേറ്റ് പാത്രങ്ങൾ കഴുകാതെ ഒരു ഭർത്താവിന് കൊടുത്തങ്ങൾ വലിച്ചെറിയൂലേ? പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനല്ലേ? ഭർത്താവിന്റെ ആ ബാക്കി ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് പെണ്ണുങ്ങൾ. അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളാണ്. നമ്മളോ ആരെങ്ങാനും കഴിച്ച പാത്രമോ പ്ലേറ്റോ തന്ന അതൊക്കെ വലിച്ചെറിഞ്ഞ് ചൂടാവുന്ന ദേഷ്യപ്പെടുന്ന ആളുകളാണ്. അങ്ങനെ ആവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ പാലിന്റെ പാത്രമോ വെള്ളത്തിന്റെ പാത്രമോ കൊടുക്കും. ആയിഷ നീ കുടിക്ക്. നബി തങ്ങളല്ലേ ആദ്യം കുടിക്കേണ്ടത്. നബി തങ്ങൾ കുടിച്ച ബാക്കിക്കാണല്ലോ ബർക്കത്തുള്ളത്. നബി തങ്ങൾ കുടിച്ച ഭക്ഷണത്തിന് വെള്ളത്തിന്, നബി തങ്ങൾ കഴിച്ച ഭക്ഷണത്തിനാണല്ലോ ബർക്കത്തുള്ളത്. എന്നാൽ ആദ്യം കുടിക്കേണ്ടതും ആദ്യം കഴിക്കേണ്ടതും അല്ലാഹുവിന്റെ ഹബീബല്ലേ? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾക്കൊക്കെ സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഈഗോ സമ്മതിക്കുന്നില്ല. നമ്മുടെ ചെറിയൊരു അഹങ്കാരം,
നമ്മളത് ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കാൻ, അത് പ്രകടമാക്കാൻ നമ്മളുടെ അഹങ്കാരം സമ്മതിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനല്ല ചെയ്തത്. ഒരു വെള്ളം കൊണ്ടുവന്നാൽ നേരെ കൊടുക്കുന്നത് തന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കാണ്. എന്നിട്ട് നോക്കിയിരിക്കും ആയിഷ എവിടെയാണ് ചുണ്ടുവെക്കുന്നത്. അങ്ങനെ ഒരു സ്നേഹം നമ്മൾക്കുണ്ടോ? എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ക്ലാസ് വാങ്ങുകയും എവിടെയാണോ ആയിഷ ചുണ്ടുവെച്ചത് അതേ സ്ഥലത്ത് ചുണ്ടുവെച്ച് അല്ലാഹുവിന്റെ ഹബീബ് കുടിക്കുമായിരുന്നു. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, അക്രിമുൻ നിസാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കണം. വൈകാരിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ പോരാ, അവരവരും മനുഷ്യനായി കാണുവാനും അവരെ ബഹുമാനിക്കുവാനുമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. അങ്ങ് കാഞ്ഞങ്ങാടിലോ മാവുങ്കലിലോ ഉള്ള ഏതെങ്കിലും 5 സ്റ്റാർ തട്ടുകടയിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലുകളിൽ ചെന്ന് ഗ്രിൽ ചിക്കനും ഷവായും അടിക്കുമ്പോ നീ നിന്റെ ഭാര്യയ്ക്കൊന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ, ഭാര്യ നിനക്ക് എന്തെങ്കിലും വേണോ എന്ന്? ചങ്ങാതിമാരുടെ കൂടെ ചിക്കൻ അടിക്കുകയാണ്, നീ ഭാര്യയോട് വിളിച്ചൊന്ന് ചോദിക്ക, നിനക്ക് വേണോ, നീ കഴിച്ചോ? വേണോന്ന് പറയില്ല, നീ കഴിച്ചോ, അത് മതി, അത് മതി. അതുപോലും ചോദിക്കാതെ പാവം ഭാര്യ ഇവിടെ നിനക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി 12 മണി വരെ കാത്തുനിന്നു. നീ എന്ത് ചെയ്തു? ചങ്ങാതിമാരുടെ കൂടെ ഭക്ഷണം കഴിച്ച് ഒരു ടൂത്ത്പിക്കുമായി പല്ലും കുത്തി നീ വരിക, എന്നിട്ട് ഭാര്യ കാത്തിരിക്കുകയാണ് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ. ഭാര്യ ചോദിച്ചു, ഭക്ഷണം വേണ്ടേ? നീ കഴിക്കടി എന്ന് പറഞ്ഞു പോയി ഉറങ്ങ. ഇതാണോ സ്നേഹം? ഇതാണോ ദാമ്പത്യ ജീവിതം? അല്ല സഹോദരങ്ങളെ, അക്രിമുൻ നിസാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കണം. ഫവല്ലാഹി മാ അക്രമഹുന്ന ഇല്ലാ കരീം. ഭാര്യമാരെ ബഹുമാനിക്കുന്നവർ മാന്യന്മാരാണ്, ഭാര്യമാരെ ആദരിക്കുന്നവർ മാന്യന്മാരാണ്, ഭാര്യമാർക്ക് സ്ഥാനം കൊടുക്കുന്നവർ മാന്യന്മാരാണ്. അവരുടെ സ്വഭാവം എത്ര വൃത്തികെട്ടതാണെങ്കിലും ശരി, അങ്ങനെ ഉണ്ടാകും. വൃത്തികെട്ട സ്വഭാവക്കാരായ ഭാര്യമാരുണ്ടെങ്കിലും ശരി, അവരെ ബഹുമാനിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഅസാ തക്റഹു വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു പറയുകയാണ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മൾക്ക് പഠിപ്പിക്കുകയാണ്, വഅസാ അൻ തക്റഹു ശൈആ, നിങ്ങൾക്കൊരു പക്ഷേ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കല്യാണം കഴിഞ്ഞു ഭാര്യ ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമാകണ്ടതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിന, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനെ വെറുക്കാൻ പാടില്ല. ഒരു മുഅ്മിൻ തന്റെ ഭാര്യയെ വെറുക്കാൻ പാടില്ല, തന്റെ ഭാര്യയെ ദേഷ്യപ്പെടാൻ പാടില്ല, തന്റെ ഭാര്യയോട് പിണങ്ങാൻ പാടില്ല. എന്തേ? ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, അവളിൽ ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റളിയ മിൻഹാ ആഖർ, മറ്റൊരു സ്വഭാവം, അവളിൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം നിന്നിൽ ഉണ്ടാകും. അതുകൊണ്ട് ഒരാളെയും വെറുക്കാൻ നിനക്ക് അവകാശമില്ല. നിന്റെ ജ്യേഷ്ഠന്റെ വൈഫുമായി കമ്പയർ ചെയ്യണ്ട, നിന്റെ അനുജന്റെ ഭാര്യയുമായി കമ്പയർ ചെയ്യണ്ട. എല്ലാവർക്കും കുറവുകളുണ്ട്, എല്ലാവർക്കും നന്മകളുമുണ്ട്. അതുകൊണ്ട് ആരും ആരെക്കാളും മോശമോ ആരും ആരെക്കാളും മെച്ചമോ അല്ല. അങ്ങനെ ഒരു കമ്പാരിസൺ അവിടെ വേണ്ടെന്നാണ്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, അവളിൽ നിന്നൊരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ റളിയ മിൻഹാ ആഖർ, അവളുടെ മറ്റൊരു സ്വഭാവം നിനക്ക് ഇഷ്ടമുള്ളതായി വരും. ഒരു പക്ഷെ സ്വഭാവം വളരെ മോശമാണെന്ന് കരുതിയേക്ക്, പക്ഷേ അവള് സുന്ദരിയായിരിക്കും. അങ്ങനെയുണ്ട്. ഒരു പക്ഷെ അവള് സൗന്ദര്യമില്ല, സ്വഭാവവുമില്ല, പക്ഷേ അവൾ നന്നായി കുക്ക് ചെയ്യുന്ന ആളായിരിക്കും. സുഖമായി ഭക്ഷണം കഴിക്കാലോ, ലാവിഷായി മരണം വരെ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാലോ. ഒന്നുമില്ലെങ്കിൽ നല്ല ദീനിയായ പെണ്ണായിരിക്കും. നിന്റെ മക്കളെ ദീനിയായ ചിട്ടയോടെ വളർത്തുന്നവളായിരിക്കും അവൾ. അതുകൊണ്ട് ഒരു പെണ്ണിനെയും കുറ്റം പറയാൻ ഒരു ഭർത്താവിനും അർഹതയില്ല. ഒരു മരുമകളെയും കുറ്റം പറയാൻ ഒരു അമ്മായിമാർക്കും അർഹതയില്ല. അമ്മായി പോരാണ് പൊതുവെ ഇവിടെ നടക്കുന്നത്. ജ്യേഷ്ഠന്റെ ഭാര്യ അങ്ങനല്ലല്ലോ, അനുജന്റെ ഭാര്യയാണല്ലോ മെച്ചം, അങ്ങനെ പറയാൻ പാടില്ല.
ഒന്നുകിൽ അവളുടെ സ്വഭാവം, രണ്ടുപേരുടെയും സ്വഭാവം നിങ്ങൾ കമ്പയർ ചെയ്യുക. ഒരാളുടെ സ്വഭാവം എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ഡിഫറൻസ്, എന്തെങ്കിലും കുറവുകൾ രണ്ടുപേരിലും ഉണ്ടാകും. ഇവളിലില്ലാത്ത നന്മ മറ്റൊരാളിലുണ്ടാകും, ഇവളില്ലാത്ത കുറവ് മറ്റു പെണ്ണിലുണ്ടാകും. അതുകൊണ്ട് കമ്പയർ അതൊരിക്കലും ഒരു മുസ്ലിമായ സഹോദരങ്ങളും ചെയ്യാൻ പാടില്ല. മക്കളിൽ വരങ്ങനെ ചെയ്യാൻ പാടില്ല. മൂത്ത മകനെ കമ്പയർ ചെയ്യോ, നല്ല പഠിക്കുന്ന കുട്ടിയാ, നീ എന്താ പഠിക്കാത്തത് ചോദിക്കാൻ പാടില്ല. മൂത്ത ജ്യേഷ്ഠനില്ലാത്ത, മൂത്ത മകനില്ലാത്ത എന്തോ ഒരു പ്ലസ് പോയിന്റ് ഈ ചെറിയ മകനുണ്ടാകും. ഒരു മുഅ്മിനും മറ്റൊരു മുഅ്മിനത്തിനെയോ മറ്റൊരു സഹോദരങ്ങളെയോ വെറുക്കാൻ പാടില്ല, ചൊടിക്കാൻ പാടില്ല, പിണങ്ങാൻ പാടില്ല. എന്തേ? ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു സ്വഭാവം, ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം അവളിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾക്ക് അവളിൽ ചില സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടാതെ വന്നാൽ ഒരു പക്ഷേ അതിൽ വരെ നന്മകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നന്മയായി കൊള്ളണമെന്നില്ല. അതേപോലെ നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യം അത് മോശവും ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അതിൽ ഷർറുണ്ടാകാം, നിങ്ങൾ വെറുത്തത് അതിൽ നന്മയുണ്ടാകാം എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. വഅസാ അൻ തക്റഹു ശൈആ, നിങ്ങൾ ചില കാര്യങ്ങൾ വെറുത്തേക്കാം. വഹുവ ഖൈറുൽ ലക്കും, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. വഅസാ അൻ തുഹിബ്ബു ശൈആ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ സ്നേഹം തോന്നിയേക്കാം, വളരെ ഇഷ്ടം തോന്നിയേക്കാം. പക്ഷേ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുണ്ടായേക്കാം, നിങ്ങൾക്കതിൽ ദോഷം വന്നേക്കാം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം കഴിഞ്ഞു. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി രണ്ടുപേരും കിടപ്പുറയിൽ കയറിയപ്പോ മാലിക് റളിയല്ലാഹു അൻഹുവിന് ഭാര്യ ഇഷ്ടപ്പെട്ടില്ല. ഭാര്യയോട് വെറുപ്പ് തോന്നി, ഭാര്യയോട് അനിഷ്ടം തോന്നി മാലിക് റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ ഇഷ്ടപ്പെടാതെ സ്ഥലം വിടുകയാണ്. ഭാര്യ പറഞ്ഞു, ഭർത്താവേ നിങ്ങൾ വിഷമിക്കല്ല, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ അതിലെന്തെങ്കിലും നന്മയുണ്ടായേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ഓതിക്കൊടുത്തു. പൊന്ന് ഭർത്താവേ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് അതിൽ ഒരു പക്ഷേ നന്മയുണ്ടായേക്കാം. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു സ്ഥലം വിട്ടു. 20 വർഷമായപ്പോഴേക്കും വീണ്ടും മദീനയിലേക്ക് തിരിച്ചു വന്നു. മദീനയിലേക്ക് തിരിച്ചു വന്ന് പള്ളിയിലേക്ക് കയറുമ്പോഴാണ് അവിടെ ഒരു ചെറുപ്പക്കാരൻ ദർസ് നടത്തുന്നത്, അവിടെ ഒരു ചെറുപ്പക്കാരൻ ക്ലാസ് എടുക്കുന്നത്. ഒരുപാട് ആലിമ്യങ്ങൾ ചുറ്റും കൂടിയിട്ടുണ്ട്. ഭീമാകാരമായ ഒരു വമ്പൻ സദസ്സാണ് അവിടെയുള്ളത്. ഇദ്ദേഹം ഞെട്ടിപ്പോയി. ആരാണ് ഈ പണ്ഡിതൻ? ആരാണ് ഈ പണ്ഡിതൻ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്, എന്റെ പേര് അനസ് ഇബ്നു മാലിക് എന്നാണ്. ഉടനെ സംസാരിച്ചു. നിങ്ങളുടെ ഭാര്യയോട് പറയണം, നിങ്ങൾ ഉമ്മയോട് പറയണം, നിങ്ങളുടെ ഉമ്മയോട് പറയണം, ഇഷ്ടമില്ലാത്ത കാര്യത്തിന്റെ പിന്നിൽ നന്മ മറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരാൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ഇത് അനസ് റളിയല്ലാഹു അൻഹു, ഈ ഭാര്യ ഇഷ്ടപ്പെടാതെ പോയ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്, മദീനയിലെ വലിയൊരു പണ്ഡിതനായി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. നോക്കണം നമ്മൾ ഭാര്യയെ ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഭാര്യയിൽ അല്ലാഹു സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ തന്നേക്കാം. ഭാര്യ ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ തട്ടിമുട്ടി പോവൻ, ഏതായാലും ഡിവേഴ്സ് ചെയ്താൽ അത് കുടുംബത്തിന് മോശമാണ്, മോചനം ചെയ്താൽ പിന്നെ ഒരു നാണക്കേടാണ്, പിന്നെ ഏതായാലും ആയതായി പിന്നെ പോകുന്നിടത്തോളം പോവാ എന്ന് തീരുമാനിച്ച് തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ. വിഷമിക്കണ്ട, അള്ളാഹു നിങ്ങൾക്ക് ഒരു പക്ഷേ ആ മക്കളിലൂടെ ഖൈർ നൽകും എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഖുർആനും നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. ഇഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെ നന്മയുണ്ട് എന്ന് പറയാൻ പറ്റൂല, അതേപോലെ എല്ലാ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ദോഷമാണെന്നും പറയാൻ പറ്റൂല.
ഒരു മുഅ്മിൻ അത് മനസ്സിലാക്കണം. എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. അല്ലാഹു ഇതിന്റെ പിന്നിലൊരു ഖൈർ എനിക്ക് കരുതിയിട്ടുണ്ടാകാം. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസം വന്നാൽ തൊട്ടുടനെ ഒരു എളുപ്പമുണ്ടാകുമെന്നും ഒരു ഖൈറുണ്ടാകുമെന്നും ഒരു മുസ്ലിം കരുതണേ. അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ദീനീബോധമുള്ളവരാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു, നിങ്ങൾക്ക് ദീർഘായുസ് വേണോ? ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ആരുടെ മുമ്പിലും ബെഗ് ചെയ്യാതെ, ആരുടെ മുമ്പിലും യാചിക്കാതെ, ആരോടും ചോദിക്കാതെ ഇസ്സത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യമാണ്. ഇന്ന സ്വദഖ, നിങ്ങൾ സ്വദഖ ചെയ്യണം. എന്തിനെ സ്വദഖ ചെയ്യണം? എന്തിനെ? ആയുസ് തൂക്കി കിട്ടാൻ വേണ്ടി, ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടി. അതേപോലെ തന്നെ നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. കുടുംബക്കാരെ പരസ്പരം കാണണം. മുച്ചാപ്പമാരെ, അളാപ്പമാരെ, അതേപോലെ അമ്മായിമാരെ, അമ്മാവന്മാരെ, ഉപ്പുപ്പമാരെ, ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ എല്ലാവരുടെയും വീടുകളിൽ ചെന്ന് ഒന്ന് കാണുന്നത് നല്ലതാണ്. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ അതിന് പ്രത്യേകമായ സുന്നത്തും കൂടിയുണ്ട്, പ്രത്യേകമായ പ്രതിഫലം കൂടിയുണ്ട്. പ്രത്യേകിച്ചിട്ട് സ്കൂളിന്റെ വെക്കേഷൻ അല്ലേ? സ്കൂളിന്റെ വെക്കേഷനാണ്. പക്ഷെ കുട്ടികളൊക്കെ എവിടെ? കുട്ടികളൊന്നും കാണുന്നില്ലല്ലോ. എത്ര കുട്ടികളുള്ള നാട്ടില്? പൊതുവെ വലിയ മുതിർന്ന ആളുകൾ ഗൾഫിലാണെന്ന് പറയാം. കുട്ടികൾ ഏതായാലും ഇവിടെ ഉണ്ടാവണല്ലോ. സ്കൂള് വെക്കേഷനാണ്, എക്സാമും കഴിഞ്ഞൊന്നുമില്ല. അപ്പൊ കുട്ടികൾ ഇവിടെ ഉണ്ടാവണം. ഇല്ല. ആരാണ് ഉത്തരവാദി? ആരാ? അവരുടെ ഉപ്പമാർ. വാലിന് വരുമ്പോ നിങ്ങൾ മാത്രം വന്നാ പോരാ. നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ മക്കളെ കൈപിടിച്ച് കൊണ്ടുവരണം. എനിക്കൊക്കെ അറിയാം, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നാട്ടിലൊക്കെ വാല് നടക്കുമ്പോ തുടക്കത്തിൽ പോയി ഇരിക്കണം. വാല് കഴിയുന്നത് വരെ അനങ്ങാൻ പാടില്ല. വാല് കഴിഞ്ഞാൽ സദസ് നടിക്കാൻ പാടുള്ളൂ. ഇത് ഉപ്പയുടെ ഓർഡറാണ്. പള്ളിക്ക് പോയ ളുഹറിന്, റമദാനിലൊക്കെ ളുഹറിന് പള്ളിക്ക് പോകണം. അസറിന് മുമ്പ് പുറത്തിറങ്ങാൻ പാടില്ല. റമദാനിൽ മഗ്രിബിന് പള്ളിക്ക് പോകണം. ഇശാഇന് മുമ്പ് പുറത്തിറങ്ങാൻ പാടില്ല. ഇതൊക്കെയായിരുന്നു പഴയ കാലത്ത് ഉപ്പമാരുടെ നിർദ്ദേശങ്ങൾ. ഇന്ന് ഉപ്പമാർക്ക് എന്ത് മക്കള്? ആര് നിസ്കരിക്കണം, ആര് വാലിന് വരണം, അതൊന്നും താല്പര്യമില്ല, അതിനോടൊന്നും ആഗ്രഹമില്ല. എന്നിട്ട് പറയും, ഉസ്താദേ ദുആ ചെയ്യണം മക്കള് സ്വാലിഹാകാൻ. നടക്കോ ഇത്? കാസർഗോഡ് പോകുന്ന ബസ്സിൽ കയറിയിട്ട് ദുആ ചെയ്യ, പടച്ചോൻ എന്നെ കാഞ്ഞങ്ങാട് എത്തിക്കണം. എത്തൂല. എന്ത് ചെയ്യണം? കാസർഗോഡ് പോകുന്ന ബസ്സിൽ കയറി ദുആ ചെയ്യണം, പടച്ചോൻ അപകടങ്ങളൊന്നും ഇല്ലാതെ എന്നെ കാസർഗോഡ് ഒന്ന് എത്തിക്കണേ എന്ന് ദുആ ചെയ്യുക. എന്നാ കാസർഗോഡ് എത്തും അപകടങ്ങളില്ലാതെ. മക്കളെ നന്നാക്കാൻ വേണ്ടി ഉപ്പമാരെ ശ്രമിക്കുക, എന്നിട്ട് ദുആ ചെയ്യാൻ പറയാ. എങ്കിൽ അപകടങ്ങളില്ലാതെ രക്ഷപ്പെടും. അല്ലാതെ നമ്മുടെ ഭാഗത്തു നിന്നൊരു പരിശ്രമമില്ല, നമ്മുടെ ഭാഗത്തു നിന്നൊരു താല്പര്യമില്ല, എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യാൻ പറയാം. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. അതുകൊണ്ട് അല്ലാഹു ബോധം നൽകട്ടെ. നമ്മുടെ മക്കളെ കൈയും പിടിച്ച് കൊണ്ടുവരിക, സദസ്സിലിരുത്തുക. നിങ്ങളൊക്കെ നല്ലവരാണല്ലേ? ഈ മുതിർന്ന ആളുകളൊക്കെ ഒരു കുറ്റവും ചെയ്യാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കാത്ത ആളാണ്. ഇനി നമ്മൾക്ക് നന്നാവേണ്ടതാരാ? നമ്മുടെ ചെറിയ മക്കളാണ്. ഒരു 10-ന്റെയും ഒരു 25-ന്റെയും താഴെയുള്ള ആ ഒരു കാലയളവിലുള്ള ന്യൂജൻ ചെറുപ്പക്കാർ എന്ന് പറയാം. നമ്മൾക്ക് അവരാണ് നമ്മുടെ ദീനിനെ കുറിച്ച് പഠിക്കേണ്ടത്. നമ്മൾ നാളെ മരിച്ചുപോയ ദീനി വിദ്യാഭ്യാസമില്ലാത്ത നമ്മുടെ മക്കൾ എങ്ങനെയാ പള്ളിനെ കൊണ്ടു നടക്കുക? എങ്ങനെയാണ് നാടിനെ കൊണ്ടു നടക്കുക? എങ്ങനെയാണ് നാട്ടിൽ നന്മയുണ്ടാക്കുക? അവർക്ക് എന്തെങ്കിലും പഠിപ്പിക്കണ്ടേ? അവർക്ക് എന്തെങ്കിലും ദീനി വിദ്യാഭ്യാസം ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉപ്പമാർ ഒരു വാദിന് വരുമ്പോ, ജുമാക്ക് പള്ളിക്ക് പോകുമ്പോ, മറ്റുള്ള ജമാഅത്തിന് പോകുമ്പോ മക്കളെ കയ്യും പിടിച്ച് കൊണ്ടുപോവുക. ദുആ കഴിയുന്നവരെ ഇരിക്കാൻ പറയാ, എന്നിട്ട് കൂടെ വീട്ടിലേക്ക് പോവുക. അല്ലാതെ അരഞ്ഞു തിരിയുന്ന കന്നുകാലികളാക്കി നമ്മുടെ മക്കളെ ദയവ് ചെയ്ത് ഉപ്പമാർ നെവർ മൈൻഡ് ചെയ്ത് വിടരുത്. അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. അള്ളാഹു ഇവരെ കുറിച്ചൊക്കെ ഉപ്പയോടും ചോദിക്കും, ഉമ്മയോടും ചോദിക്കും. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾ സ്വാലിഹാകും. ഒരു പക്ഷേ ഭാര്യ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഒരു പക്ഷേ സമ്പത്തിന്റെ പിന്നാലെ, ദീനിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോ നമ്മുടെ മക്കളെ ശ്രദ്ധിച്ചില്ല എന്ന് വന്നേക്കാം. സമ്പത്തിന്റെ പിന്നാലെ, സൗന്ദര്യത്തിന്റെ പിന്നാലെ പോകുമ്പോ അല്ലേ? കല്യാണം ആലോചിക്കുന്ന സമയത്ത് ദീനല്ല മാനദണ്ഡമാക്കിയത്, ദീനല്ല കാരണമാക്കിയത് സൗന്ദര്യമാണ്.
മാവുങ്കലിൽ നിന്ന് ബൈക്കുമെടുത്തൊരു പ്രവാസി ബൈക്കുമെടുത്ത് അങ്ങോട്ട് പോയി. ഒരാഴ്ച 2 ആഴ്ച ലീവാണ്. അങ്ങനെ പോയി. എന്നിട്ട് ബസ് സ്റ്റാൻഡിലൂടെ വരുന്ന എല്ലാ പെൺകുട്ടികളെയും നോക്കി. ചെറുക്കനുണ്ട്, ചെറുപ്പക്കാരൻ, ചങ്ങാതിയുണ്ട് കൂടെ. ഏതടാ ഗ്ലാമർ ഉള്ളത് പറഞ്ഞു. പിന്നെ അവന്റെ പിന്നാലെ ബൈക്കുമെടുത്തു പോയി. എന്നിട്ട് സൗന്ദര്യം മാനദണ്ഡം വെച്ച് കല്യാണം കഴിച്ച ചെറുപ്പക്കാരാ, നീ നിന്റെ മക്കളോടുള്ള ബാധ്യത കൂട്ടിയിട്ടില്ല. അല്ലാഹു നാളെ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം ഉപ്പമാരോടാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളോടുള്ള ബാധ്യതകൾ കൂട്ടിയിട്ടുണ്ടോ എന്ന ആദ്യത്തെ ചോദ്യം. എന്താ? മക്കൾക്ക് ഉപ്പമാരോടുള്ള ബാധ്യതയെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യും. പക്ഷേ അതിനേക്കാളും മുമ്പ് അല്ലാഹു ഉപ്പമാരോട് മക്കളെ കുറിച്ചും ചോദ്യം ചെയ്യും. എന്താണ് ഒന്നാമത്തെ ബാധ്യത? എന്താ? മഹാനായ ഉമർ തങ്ങളുടെ അടുത്തേക്ക് വന്നുവല്ലോ ഒരു സ്വഹാബി, ഒരു സഹോദരൻ, മകനെയും കൂട്ടി. എന്നിട്ട് അമീറുൽ മുഅ്മിനീൻ, എന്റെ മകൻ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, എന്നോട് അപമര്യാദയായി പെരുമാറുന്നു, എന്നോട് കുരുത്തക്കേട് കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ അമീറുൽ മുഅ്മിനീനോട് മകൻ ചോദിച്ചത്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഉപ്പമാർക്ക് മക്കളോട് മാത്രമേ ഉള്ളൂ ബാധ്യതകൾ? അല്ല, മക്കൾക്ക് ഉപ്പയോട് ബാധ്യതയില്ലേ? മക്കളോട് ഉപ്പമാർക്ക് കടമയില്ലേ? ഉപ്പമാർക്ക് ഇങ്ങോട്ടില്ലേ? ഒരു പാലം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ ഉപ്പയ്ക്ക് മക്കളോടില്ലേ കടമകൾ? ഉണ്ട്. ഉപ്പയ്ക്ക് മക്കളോടുമുണ്ട് കടമകൾ. എന്താണ്? പറയൂ അമീറുൽ മുഅ്മിനീൻ, പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞത്, ഒന്ന്, നല്ല ഭാര്യയെ സെലക്ട് ചെയ്യണം, ദീനിയായ ഭാര്യയെ സെലക്ട് ചെയ്യണം. സൗന്ദര്യമല്ല, സമ്പത്തല്ല. പെണ്ണിന്റെ വീടിന്റെ വലുപ്പം എത്ര? 2 നിലയുള്ള വീടാണോ? ഉപ്പയ്ക്ക് ഗൾഫിൽ ജോലിയുണ്ടോ? ഉപ്പയ്ക്ക് ഷോപ്പിംഗ് മാളുകളുണ്ടോ? ഉപ്പയുടെ കയ്യിൽ സ്വത്തുണ്ടോ, ഭൂമിയുണ്ടോ എന്നതല്ല മാനദണ്ഡം. എന്താ മാനദണ്ഡം? ദീനിയായ പെണ്ണിനെ കഴിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വരാനിരിക്കുന്ന മക്കളോട് ചെയ്യുന്ന ഒന്നാമത്തെ ബാധ്യതയാണ് നല്ലൊരു ദീനി ബോധമുള്ള ഭാര്യയെ സെലക്ട് ചെയ്യൽ. രണ്ടാമത്തേത് നല്ല പേരിട്ട് കൊടുക്കുക. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. അതേപോലെ മക്കൾക്ക് ഉപ്പമാരോടുമുണ്ട് ബാധ്യതകൾ. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വദഖ ചെയ്യുന്നവരും കുടുംബബന്ധം ചേർക്കുന്നവർക്കും അല്ലാഹു നൽകുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹു നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ? ഒന്ന്, അവന്റെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് നൽകും. അവന്റെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. 60 വർഷം ജീവിക്കുന്നവന് 600 വർഷം ജീവിച്ച പ്രതീതി ഉണ്ടാകും, ബർക്കത്തുണ്ടാകും ആയുസ്സിൽ. അതേപോലെ തന്നെ അവന്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും. മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടേണ്ടി വരില്ല. ആർക്ക്? കുടുംബ ബന്ധം പുലർത്തുന്ന ആളുകൾക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യാ? പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ 2 മാസത്തിന് നാട്ടിലേക്ക് കടന്നു വന്നാൽ ഒരു ഫ്രൂട്ട്സിന്റെയോ ബേക്കറിയുടെയോ കവറുമായി നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് ചെല്ല. ഉപ്പമാരുടെ ചങ്ങാതിമാരുടെ വീട്ടിലേക്ക്, ഉപ്പമാരുടെ പെങ്ങന്മാരുടെ വീട്ടിലേക്ക്, ഉപ്പമാരുടെ ജ്യേഷ്ഠാനുജന്മാരുടെ വീട്ടിലേക്ക്, ഉമ്മമാരുടെ ആങ്ങളമാരുടെ ഉമ്മമാരുടെ ജ്യേഷ്ഠാനുജത്തിമാരുടെ വീട്ടിലേക്കൊക്കെ എന്തെങ്കിലും കവറുമായി കുടുംബസമേതം കാറിലൂടെയോ ബസ്സിലൂടെയോ ഓട്ടോറിക്ഷയിലൂടെയോ ഒന്ന് ചെല്ലുന്നത് നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് നിങ്ങളെ കാക്കാൻ കാരണമാണ്. രോഗങ്ങൾ ഉണ്ടാവൂല, ആയുസ്സിൽ ബർക്കത്തുണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താ? രോഗങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലേക്ക് കയറി ചെല്ലുന്നുണ്ടല്ലോ തന്റെ 40ാമത്തെ വയസ്സിൽ. 40ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിലേക്ക് ചെല്ലുന്നുണ്ട്. ഹിറാ ഗുഹ കയറിയാളൊന്ന് കൈപൊക്കെ. ഹിറാ ഗുഹ ആരും പോയിട്ടില്ലേ? മാഷാ അല്ലാഹ്, ഒരാളുണ്ട്. അങ്ങനെ എളുപ്പമല്ലേ കയറാൻ? അല്ലേ? പോയിട്ടുണ്ടല്ലേ? എളുപ്പമല്ലേ? എളുപ്പമാണ്. നിങ്ങൾ എത്തിനെവിടെ? പോയി നോക്കണം, എളുപ്പമാണെന്ന് അറിയാൻ. പോയാലും തീരാത്ത ഒരു മലയാണ്. അവിടേക്ക് അള്ളാഹുവിന്റെ ഹബീബ് ദിവസവും പോയി അവിടെ ഒരു ഗുഹയിൽ താമസിക്കുകയാണ്. ഖദീജ ബീവി ഭാര്യയാണല്ലോ. ദിവസവും 3 പോയ ആൾക്ക് അതിന്റെ ആ ഒരു ഭീകരത മനസ്സിലാവും, അതിന്റെ പ്രയാസം മനസ്സിലാവുള്ളൂ. 3 പ്രാവശ്യമൊക്കെ ഖദീജ ബീവി തന്റെ 60ാമത്തെ വയസ്സിൽ ആ മലമുകളിൽ കയറി നബി തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പ്രാവശ്യം കയറാൻ നമ്മൾക്ക് മടിയാണ്. പകുതിയിൽ കുറെ ഇരുന്നു, കുറെ നടുവിന് കൈ കൊടുത്തു, ഉടച്ചനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, പിന്നെ വീണ്ടും പോവന്നെ. അവസാനം ഇവിടെ എത്തിപ്പെടുമ്പോ ഒക്കെ കഴിഞ്ഞല്ലേ.
അങ്ങനെയുള്ള പർവ്വതത്തിന്റെ മുകളിലേക്ക് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ 60ാമത്തെ വയസ്സിലാണ് ദിവസവും 3 തവണ കയറിയിറങ്ങിയത് അല്ലാഹുവിന്റെ ഹബീബിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് ഓടി വരുന്നുണ്ട്. സമ്മിലൂനി യാ ഖദീജ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. അല്ലാഹുവിന്റെ ഹബീബിനോട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങി. സമ്മിലൂനി സമ്മിലൂനി, എന്നെ നീ പുതപ്പിട്ട് മൂടണം ഖദീജ. ഞാൻ പേടിച്ചു പോയി, ഞാനാകെ വിഷണ്ണനായിരിക്കുകയാണ്, ഞാനാകെ തളർന്നിരിക്കുകയാണ്, ഞാനാകെ പേടിച്ചിരിക്കുകയാണ്. എന്തോ ഞാൻ അവിടെ കണ്ടു. എന്താ കണ്ടത്? اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ജിബ്രീൽ അലൈഹിസ്സലാം ആ ഗുഹയിലേക്ക് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ അണച്ചു പിടിക്കുകയും ഹബീബിനോട് പറഞ്ഞു, മുഹമ്മദേ ഓതണമെന്ന്. മാ അന ബിഖാരീൻ, എനിക്ക് ഓതാൻ അറിയില്ല. മാ അന ബിഖാരീൻ, എനിക്ക് ഓതാൻ അറിയില്ല. അല്ല, ഓതിയേ പറ്റൂ. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. 40ാമത്തെ വയസ്സിലാ പറയുന്നത്. ഞാൻ പഠിച്ചിട്ടില്ല, എഴുതാൻ പഠിച്ചിട്ടില്ല, വായിക്കാൻ പഠിച്ചിട്ടില്ല. എങ്ങനെയാണ് ഞാൻ ഓതേണ്ടത്? ഇഖ്റ മുഹമ്മദേ, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓതിയേ പറ്റൂ. എന്നിട്ട് ഓതി കൊടുത്തു. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഓതി പേടിച്ചു, ശരീരമൊക്കെ അണച്ചിങ്ങനെ കൂട്ടി ഓടി വന്നു. സമ്മിലൂനി ഖദീജ, ഖദീജ എന്നൊന്ന് പുതപ്പിട്ട് മൂടണം, ഞാനാകെ തളർന്നിരിക്കുകയാണ്, ഞാൻ എന്തോ കണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മഹദിയായ ഖദീജ ബീവി പറഞ്ഞത്, ഭർത്താവേ, നിങ്ങൾ അല്ലാഹു ഒരിക്കലും പരാജയപ്പെടുത്തൂല. കല്ലാ ലാ യുഖ്സീക അല്ലാഹു അബദാ. അല്ലാഹു നിങ്ങൾക്കൊരിക്കലും അപകടം നൽകൂല. അല്ലാഹു നിങ്ങൾക്കൊരിക്കലും പരീക്ഷണം നൽകൂല. അല്ലാഹു നിങ്ങൾക്കൊരിക്കലും ബുദ്ധിമുട്ട് നൽകൂല. എന്തെന്നറിയോ? ഇന്നക ലതസിലുർ റഹിമ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവനാണല്ലോ, കുടുംബബന്ധം ചേർക്കുന്നവരാണല്ലോ അങ്ങ്. അതുകൊണ്ട് അല്ലാഹു പ്രയാസം നൽകില്ല. ഇത് ആരാണ് പറയുന്നത്? പ്രിയപ്പെട്ട പത്നി തന്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കുകയാണ്. ഉമ്മമാരെ, ഭാര്യമാരായ പെണ്ണുങ്ങളൊക്കെ ഭർത്താക്കന്മാരുടെ പ്രയാസങ്ങൾക്ക് എരുത്തിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പ്രയാസപ്പെടുത്താനല്ല ശ്രമിക്കേണ്ടത്. എന്ത് പ്രയാസം വന്നാലും ഒന്ന് പുഞ്ചിരിച്ച് തലോടി ഭർത്താവിന്റെ തലയൊക്കെ തടവിക്കൊടുത്ത് ഭർത്താവിനെ സമാശ്വസിപ്പിക്കാനാണ് ഭാര്യമാർ ശ്രമിക്കേണ്ടത്. വലിയൊരു അപകടം പിടിച്ച സമയം യാതൊരു വിഷമവും വേണ്ട. ഇന്നക ലതസിലുർ റഹിമ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാ, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവൂല. എന്നിട്ട് ഭർത്താവിന്റെ കൈയും പിടിച്ച് പോയി വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക്. യാതൊരു പേടിയും പിടിക്കണ്ട. ഇത് മൂസാ നബിക്ക് വന്ന ആളാണ്. ആര്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നുബുവത്ത് കിട്ടിയ ദിവസമാണിത്. നമ്മുടെ വിഷയം എന്താ? കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അപകടമുണ്ടാവൂല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കുടുംബബന്ധം വിച്ഛേദിക്കാൻ നമ്മൾ തുനിയരുത്. ദുആക്ക് ഇജാബത്ത് ലഭിക്കില്ല, ഒരിക്കലും കിട്ടില്ല. നമ്മൾ കുറേ സ്വതക്ക നൽകി, ലക്ഷങ്ങൾ സ്വതക്ക നൽകി, വലിയൊരു കാളിയാറയോ വലിയൊരു സുഫി വര്യനെയോ കൊണ്ടുവന്ന് എല്ലാവരും ആമീൻ ആമീൻ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുടുംബബന്ധം വിച്ഛേദിച്ചവരാണ് എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അയൽവാസിയോട്, ജ്യേഷ്ഠന്മാരോട്, അനുജന്മാരോട് സ്വത്തിന്റെ തർക്കത്തിലൊക്കെ തെറ്റി നിൽക്കുന്ന ആളുകൾ സദസ്സിലുണ്ടെങ്കിൽ നോ ചാൻസ്, ഒരു അവസരമില്ല, ദുആക്ക് ഉത്തരം കിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. ആ ദുആയിൽ കുടുംബബന്ധം മുറിച്ചവനില്ലെങ്കിൽ, ആ ദുആയിൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന ദുആ അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് 3-4 ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഒന്നുകിൽ ഓൺ ദി സ്പോട്ട് ഉത്തരം നൽകും, അല്ലെങ്കിൽ അല്പം കഴിഞ്ഞായിരിക്കും ഉത്തരം നൽകുന്നത്. ദുനിയാവിൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കണ്ടില്ലെങ്കിലും നാളെ ആഖിറത്തിൽ ഇഷ്ടം പോലെ വേണ്ടുവോളം അതിന്റെ പ്രതിഫലങ്ങൾ ദറജയായി സ്വർഗത്തിന്റെ ഉന്നതമായ തട്ടിൽ നിങ്ങൾക്ക് അല്ലാഹു പ്രത്യേക സ്ഥലം സൗകര്യം ചെയ്തിരിക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും ഒരു മരുഭൂമിയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പെണ്ണ് വരുന്നത്. സഹാബാക്കളൊക്കെ അവിടെയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നു. സഹാബാക്കൾ ചോദിച്ചു, നിങ്ങൾ ആരാ? പെണ്ണ് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പെങ്ങളാണ്, മുഹമ്മദ് നബിയുടെ പെങ്ങളാണ്. എങ്ങനെ പെങ്ങളാണ്? അപ്പൊ പറഞ്ഞു, മുലകുടി ബന്ധത്തിലുള്ള, മുലപ്പാല് ബന്ധത്തിലുള്ള പെങ്ങളാണ് ഞാൻ. അല്ലാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തുവെന്നറിയോ? ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ പരിചയമില്ല. അങ്ങനെ ഒരു പെങ്ങളാണെന്ന് വന്നുകൊണ്ട് പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് എണീക്കുകയും എന്നിട്ട് ആ വൃദ്ധയായ പെണ്ണിനെ ഒരു മരത്തിന്റെ തണലിൽ കൊണ്ടുപോയി ഇരുത്തുകയും എന്നിട്ട് പെണ്ണിന് 100ഓളം ഒട്ടകങ്ങൾ സമ്മാനം നൽകുകയും എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ മുസ്ലിമായി ഇവിടെ കൂടണോ, അല്ല നിങ്ങൾക്ക് തിരിച്ചു പോകണോ, നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്തേക്കാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇവിടെ എന്റെ കൂടെ കുടുംബ ബന്ധം പുലർത്തിക്കൊണ്ട് എന്റെ കൂടെ മുസ്ലിമായി ജീവിക്കണോ, അല്ല നിങ്ങൾക്ക് തിരിച്ചു പോകണോ? പെണ്ണ് പറഞ്ഞ് എനിക്ക് തിരിച്ചു പോകണമെന്ന്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്മാനങ്ങളും ഒരു 100ഓളം ഒട്ടകങ്ങളും പെണ്ണിന് സമ്മാനം നൽകിയെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് കുടുംബ ബന്ധം പുലർത്തുന്നത്. തന്റെ ഉപ്പയുടെ ഖബറിടം സന്ദർശിക്കുമായിരുന്നു, തന്റെ ഉമ്മയുടെ ഖബറിടം അല്ലാഹുവിന്റെ ഹബീബ് സന്ദർശിക്കുമായിരുന്നു. മക്കളോട് പെരുമാറിയത് നമ്മൾക്കറിയാമല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വല്ലാത്ത സ്നേഹമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന്. ഫാത്തിമ ബിളഅത്തുൻ മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ആളാണ് മുത്തുനബി. എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ, എനിക്ക് ഫാത്തിമയെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഫാത്തിമയെ ആരൊക്കെയാണോ സ്നേഹിക്കുന്നത് അവർ അല്ലാഹുവേ നീ സ്നേഹിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ടല്ലോ. സയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗ്ഗലോകത്തിലെ സ്ത്രീകളുടെ നേതാവാണല്ലോ ഫാത്തിമ. ആ ഫാത്തിമയാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എന്റെ പൊന്നുപ്പാ, ജോലി ചെയ്ത് എന്റെ കൈകളൊക്കെ തഴമ്പിച്ചു പോയിരിക്കുകയാണ്. എന്റെ മനോഹരമായ മുഖങ്ങളെല്ലാം കരുവാടിച്ചു പോയിരിക്കുകയാണ്. എന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്റെ ശരീരമാകെ തഴമ്പിച്ചു പോയിരിക്കുകയാണ്. ആസുങ്കല്ലുരുട്ട് എനിക്ക് കഴിയുന്നില്ല നബിയെ, എനിക്കൊരു ഖാദിമത്ത് വേണമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് എന്താ ചെയ്തത്? ഒരു ഖാദിമിനെടുത്ത് കൊടുത്തോ? ഇല്ല. പൊന്നുമോളോട് സ്നേഹമാണ്, ഫാത്തിമയോട് സ്നേഹമാണ്. വഫാത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ഭാര്യമാരും എല്ലാവരും ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ ഇങ്ങോട്ട് വരണം. ഫാത്തിമയോട് രഹസ്യം പറഞ്ഞു. ഒന്നാമത്തെ രഹസ്യം പറഞ്ഞപ്പോൾ ഫാത്തിമ കരയുകയും രണ്ടാമത്തെ രഹസ്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ചിരിക്കുകയും ചെയ്തുവല്ലോ. എന്താണ് ആ രഹസ്യം എന്നറിയോ? ഒന്നാമത്തെ രഹസ്യം, ഫാത്തിമ ഇന്ന് ഞാൻ മരിക്കാൻ പോവുകയാണ്. ഫാത്തിമ കരഞ്ഞു പോയി റളിയല്ലാഹു അൻഹാ. രണ്ടാമത്തെ രഹസ്യം എന്താണെന്നറിയോ? എന്റെ മരണശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് ആദ്യമായി മരിച്ചുകൊണ്ട് കടന്നു വരുന്നത് അത് നീയാണ് ഫാത്തിമ എന്ന് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ ബീവി ചിരിച്ചത്. ആ ഫാത്തിമയാണ് വരുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് വരുന്നത്. യാ റസൂലല്ലാഹ്, എന്റെ ഉപ്പ എന്റെ കൈകൾ ഇതാ തഴമ്പിച്ചിരിക്കുകയാണ്. പൊന്നു സഹോദരിമാരെ, നിങ്ങളോടാണിത് ഞാൻ പറയുന്നത്. ഭർത്താവിന്റെ കയ്യിൽ കാശില്ലാതെ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഭർത്താക്കന്മാരെ എന്തൊക്കെയോ പറഞ്ഞ് വിഷമിപ്പിക്കാൻ പാടില്ല. അത് വേണം, ഇത് വേണം, വസ്ത്രം വേണം, വീട്ടിലേക്കുള്ള വാഷ് മെഷീൻ വേണം, ഫ്രിഡ്ജ് വേണം എന്നൊക്കെ പറഞ്ഞ് കാശില്ലാതെ പ്രയാസപ്പെടുന്ന ഭർത്താക്കന്മാരെ ഓരോ പരാതികൾ പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ അവരെ വേദനിപ്പിക്കാനോ പാടില്ല. എന്താണ് അവരുടെ കയ്യിലുള്ളത് അതനുസരിച്ച് ജീവിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവരെ പ്രയാസപ്പെടുത്താനല്ല, അവരെ ബുദ്ധിമുട്ടിക്കാനല്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങളോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഉപ്പമാരോ ആങ്ങളമാരോ നൽകിയ സമ്പത്തുണ്ടെങ്കിൽ വരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കൊടുക്കാനാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്റെ പൊന്നൊന്നും ഞാൻ തരൂല, അപ്പൊ നിന്റെതൊന്നും സ്വത്തല്ലേ. അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾ, എന്റെ പൊന്ന് ഞാൻ എടുക്കാൻ വിടൂല. അതല്ല, നിങ്ങളത് രണ്ടുപേരും ഒന്നാണ്. ഭർത്താവിന് നിന്നോട് അവകാശമുണ്ട്, ശരിയാണ്. പക്ഷേ പാവമാണ് ഭർത്താവെങ്കിൽ അങ്ങോട്ടും സഹായിച്ചു കൊടുക്കണം. നബിതങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുമ്പോ എന്താണ് നബിതങ്ങളുടെ കയ്യിലുള്ളത്? ഒന്നുമില്ലാത്ത നബിതങ്ങളെ ആരാണ് സംരക്ഷിച്ചത്? തന്റെ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ.
ഒരുപാട് സമ്പത്ത് ദീനിന് വേണ്ടി ചെലവഴിച്ചു. അപ്പോഴാണ് അവിടെയുള്ള മുശ്രിക്കീങ്ങൾ പരിഹസിക്കാൻ തുടങ്ങിയത്. എന്താണ് ഭർത്താവിന്റെ കയ്യിലുള്ള, മുഹമ്മദിന്റെ കയ്യിലുള്ളത്? ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോഴാണ് ഖദീജ ബീവി തന്റെ കയ്യിലുണ്ടായിരുന്ന സകലമാന സ്വത്തുകളും ഇതെന്റെ ഭർത്താവിനുള്ളതാണ്, ഇതെനിക്കല്ല, ഇതെന്റെ ഭർത്താവിനുള്ളതാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത്. ഇതിനി മുതൽ എന്റെ ഭർത്താവിൻ്റെതാണ്. ഹബീബ് പറഞ്ഞുവല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഭാര്യ എന്റെ ഖദീജയാണ്. എന്തേന്നറിയോ? എന്നെ ആദ്യമായി എന്നെ കൊണ്ട് വിശ്വസിച്ചത് എന്റെ ഖദീജയാ. എനിക്ക് പ്രയാസമുണ്ടാകുമ്പോൾ എനിക്ക് താങ്ങും തണലുമായി നിന്നത് ഖദീജയാണ്. എനിക്ക് മക്കളെ തന്നത് ഖദീജയാണ്. ഖദീജയുടെ സമ്പത്ത് ഉപകരിച്ചതുപോലെ വേറെ ഒരാളുടെയും സമ്പത്ത് എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഉറക്കം പിടിച്ചാൽ നിങ്ങൾക്ക്? എനിക്ക് ഉറക്കം പിടിക്കാൻ പോവാണ്. ഒന്ന് ഉഷാറാവല്ല, ആരും എണീറ്റിക്കല്ലേ? കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് ഒന്ന് എണീറ്റിരിക്ക്. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. ഒരു 3 സ്വലാത്ത് ചൊല്ലി. ഓപ്പറേറ്റർ നിങ്ങൾ പോയായില്ലേ? എന്താന്ന് ഇവിടെ ഒരു ചെറിയ ഹൈപ്പിച്ചെടുക്കാതെ സംസാരിക്കാൻ ഒരു മുഴക്കം കിട്ടുന്ന പോലെ ഒന്ന് കൂട്ട്. ഒരു ഹൈപ്പിച്ചെടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ സലാത്ത് ചൊല്ലി ഇങ്ങനെ ക്ഷീണിച്ച പോലെ ഒന്ന് ഉറക്കെ ചൊല്ലി എല്ലാവരും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇണമറിയാം ഇതൊന്ന് കാലായി 10:30 നിർത്തലാണ്. നല്ല സ്ഥലത്ത് ഇവിടെ വൈകിപ്പില്ല. അപ്പോ ഞാൻ പറഞ്ഞു, 2 പേരുടെയും സ്വത്ത് 2 പേർക്കും ഉള്ളതാണ്. അത് ആർക്കും ഒറ്റയ്ക്കുള്ളതല്ല. സഹകരിക്കുക, പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു കുടുംബ ബന്ധവും ശരിക്കും പോലും ഉറപ്പാണത്. എന്ത് വേണം? 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം. കുടുംബ ബന്ധം എല്ലാ സ്ഥലത്തും പാളിച്ചകളുണ്ടാകും. എൻ്റെ ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴേക്കും പടച്ചോനെ വെറുതെ കെട്ടിപ്പോയത് എത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, വെറുതെ കെട്ടിത്തോറ്റല്ലോ എന്ന് ചിന്തിക്കല്ല. അല്ലാഹുവിന്റെ ഹബീബ് ഭാര്യമാരിൽ നിന്ന് ഇതിനേക്കാളും വലിയ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നബിത്തങ്ങൾ പോലും ഭാര്യമാരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരുടെ ജീവിതം സന്തുഷ്ടമായിരുന്നു. എന്നാലും ഭാര്യമാർ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് തവണ, കുറച്ചൊന്നല്ല. ആയിഷ ബീവി കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഭാര്യമാരും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമുണ്ടാക്കുമ്പോൾ എന്ത് കരുതാ, എന്നെക്കാളൊക്കെ എത്രയോ വലിയ ആളാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്ക് പോലും പ്രയാസം സഹിച്ചെങ്കിൽ ഞാൻ സഹിക്കണ്ടേ? അങ്ങനെ സഹിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആ ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, അക്രിമുൻ നിസാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കണം. ഫവല്ലാഹി മാ അക്രമഹുന്ന ഇല്ലാ കരീം, ഭാര്യമാരെ ബഹുമാനിക്കുന്നത് മാന്യന്മാരാണ്. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, ഭാര്യമാരെ വിഷമിപ്പിക്കുന്നത്, അടിക്കുന്നത്, അവരെ കുറ്റം പറയുന്നത്, അവരെ ചീത്ത പറയുന്നത്, അവരെ തെറി പറയുന്നത്, അവരെ ആട്ടിയോടിക്കുന്നത്, അവരെ ഡിവേഴ്സ് ചെയ്യുന്നത് വരെ ആരാണ്? നീചന്മാരാണ്. ഭാര്യമാരെ കുറ്റം പറഞ്ഞ് നടക്കുക അല്ലേ? അങ്ങനെയില്ലേ? ഭാര്യമാരുടെ വീട്ടിൽ ചെന്ന് ഭാര്യമാരുടെ മാതാപിതാക്കളോടോ ആങ്ങളമാരോടോ ഭാര്യമാരുടെ കുറവുകൾ പറഞ്ഞു നടക്കുന്നത് നല്ലതല്ല. അതൊരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, നിന്യന്മാർക്ക് അതിന് പറ്റുകയുള്ളൂ. അവരെ കുറ്റപ്പെടുത്താൻ ഒരു ചായ ഉണ്ടാക്കി, ചായക്ക് ടേസ്റ്റ് ഇല്ല. എങ്ങനെയാണ് പൊന്നു സഹോദരാ ആ ചായക്ക് ടേസ്റ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഭാര്യയെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? വസ്ത്രം മലക്കി തന്നു, വസ്ത്രത്തിന്റെ ചളിയൊന്നും പോയിട്ടില്ല, എവിടെയോ എന്തോ ഒരു ചളി ബാക്കി നിൽക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഭാര്യയെ അടിക്കുവാനും ഭാര്യയെ കുറ്റപ്പെടുത്തുവാനും ആരാണ് സമ്മതം തന്നത്? ഞാൻ ചോദിക്കട്ടെ, ഭാര്യമാർ ഇസ്തിരി ചെയ്ത് അയൺ ചെയ്തു തന്നു, എവിടെയോ ഒരു ചുരുളൊന്നും നീങ്ങാത്തതിന്റെ പേരിൽ, എവിടെയോ ഒന്ന് ഭംഗിയാവാത്തതിന്റെ പേരിൽ ഭാര്യയോട് കയർത്ത് സംസാരിക്കാൻ ആരാണ് പെണ്ണ് സഹോദര നമ്മൾക്ക് സമ്മതം തന്നത്? ആ അയൺ ചെയ്ത് തരുന്നത് വരെ അവരുടെ ഔദാര്യമല്ലേ അത്? അവർക്ക് അവകാശമില്ലല്ലോ.
അലക്കിത്തരുന്നത് വരെ അവർ ഞങ്ങൾക്ക് ചെയ്യുന്ന ഔദാര്യമല്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്? അവർക്കൊരു ചായ വെച്ച് കൊടുക്കാൻ ഇത്രയും കാലം കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബ് ചായ വെച്ച് കൊടുത്തിട്ടില്ലേ? ചായ മീൻസ് അവർക്ക് കുക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ? ആവശ്യമുള്ളത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ അള്ളാഹുവിന്റെ ഹബീബ്? ആ ചെറിയ വീട്ടിൽ അള്ളാഹുവിന്റെ ഹബീബ് വീടടിച്ച് വാരി കൊടുത്തിട്ടില്ലേ? അലക്കി കൊടുത്തിട്ടില്ലേ? ചെരുപ്പ് തേച്ച് കൊടുത്തിട്ടില്ലേ? ചെരുപ്പ് കഴുകി കൊടുത്തിട്ടില്ലേ? വസ്ത്രം തുന്നി കൊടുത്തിട്ടില്ലേ അള്ളാഹുവിന്റെ ഹബീബ്? അള്ളാഹുവിന്റെ ഹബീബിനെക്കാളും ഉന്നതരാണോ നമ്മൾ? നമ്മളും ചെയ്തു കൊടുക്കണ്ടേ അതൊക്കെ? ഒന്നും ചെയ്തു കൊടുക്കാതെ തിരിച്ചിങ്ങോട്ട് എല്ലാം കിട്ടണമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല, ഒരിക്കലും ഭൂഷണമല്ലത്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ, ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ അവരുടെ കൂടെ ചെന്നുകൊണ്ട് സഹായിക്കണോ എന്നൊരു ചോദ്യം, അടിക്കുമ്പോൾ ഒന്ന് ചെന്നുകൊണ്ട് ചോദിക്കുക, ഞാൻ കൂടെ കൂടണോ, അടിച്ചു തരണോ എന്ന്. വീട് കഴുകി വൃത്തിയാക്കുകയാണ്, തുടച്ചു വൃത്തിയാക്കുകയാണ്, അപ്പോഴും ചോദിക്കുക, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ മതി. അവരുടെ വയറ് നിറയും ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്തതിനേക്കാളും സന്തോഷം നിങ്ങളുടെ ആ ചോദ്യം കൊണ്ട് നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ, സഹകരണമില്ലാതെ, ക്ഷമയില്ലാതെ ഒരു കുടുംബജീവിതവും മുന്നോട്ട് പോവില്ല. ഞാൻ വരച്ചവയിൽ നിർത്തുമെന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ഏതെങ്കിലും ഒരു ഭർത്താവിനോ പറയാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി. ഭാര്യയെ വരച്ചവരയിൽ നിർത്തുന്നവൻ അവൻ ഒരു യഥാർത്ഥ കഴിവുള്ളവനെന്ന് ഞാൻ പറയുന്നില്ല, ഇസ്ലാമും പറയുന്നില്ല. ഒരിക്കലും അവൻ കഴിവുള്ളവനല്ല. ഭാര്യയെ വരച്ച വരയിൽ നിർത്താനല്ല പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത്? ഭാര്യമാരോട് ഭാര്യയോട് നന്നായി പെരുമാറണം. അവളെ വരച്ചവരയിൽ നിർത്തല്ല. അവരുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് ഭംഗിയായി, വളരെ സരളമായി, വളരെ സൗമ്യമായി പരിഹരിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്. അടിക്കാനല്ല, വീട്ടിൽ നിന്ന് പുറന്തള്ളാനല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, കുഴപ്പങ്ങൾ ഉണ്ടാക്കാനല്ല. എത്രയെത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഭർത്താവിന്റെ പീഡനം സഹിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയോടുന്നവർ. എന്റെ പ്രശ്നം 30 പവൻ തരാമെന്ന് പറഞ്ഞു, 29.5 ഗ്രാം, 5 ഗ്രാം, പിന്നെ എത്ര, 30 ഗ്രാം കുറവ്, 3 ഗ്രാം സ്വർണം കുറഞ്ഞതിന്റെ പേരിൽ ഭർത്താവിന്റെ പെങ്ങളും ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും കൂടിക്കൊണ്ട് ഈ മരുമകളെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? സ്വത്തല്ല ദീനി എന്ന് പറയുന്നത് നമ്മളങ്ങനെ കരുതിപ്പോയിട്ടുണ്ട്. സമ്പത്താണ് ദീനി എന്ന് കരുതിപ്പോയവരാണ്. സമ്പത്തുള്ള മക്കളോട് പ്രത്യേകം സ്നേഹം, സമ്പത്തുള്ള മരുമക്കളോട് പ്രത്യേകം സ്നേഹം. എത്ര സംഭവങ്ങൾ ഉണ്ടെന്നറിയോ? എത്ര ആളുകളാണ് പറയുന്നത് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ മക്കളോട് സംസാരിക്കാത്ത ഉപ്പമാരില്ലേ ഇവിടെ? സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഉപ്പമാരെ ഇകഴ്ത്തുന്ന മക്കളില്ലേ? ഭർത്താക്കന്മാരെ ഇകഴ്ത്തുന്ന ഭാര്യമാരില്ലേ? സമ്പത്തല്ല പ്രാധാന്യം, ദീനിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദീനാണ് ഖൈറ്, ദീനാണ് വലുത്. സമ്പത്തിനൊരു വിലയുമില്ല എന്ന് ഭാര്യയും ഭർത്താവും കുടുംബങ്ങളും മാതാപിതാക്കളും മനസ്സിലാക്കാത്ത കാലം നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും ബറക്കത്തുണ്ടാവാൻ പോകുന്നില്ല. ആ സമ്പത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അതൊക്കെ വരും പോവുമെന്ന ചിന്ത മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കട്ടെ, പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹ് ഭാര്യമാരും ഭർത്താക്കന്മാരും കാതുകൂർപ്പിച്ച് കേൾക്കേണ്ട ഹദീസാണിത്. ഇന്ന മിൻ അശ്ശർരിന്നാസി ഇൻദല്ലാഹി മൻസില. അല്ലാഹുവിന്റെ അടുത്ത് നാളെ ആഖിറത്തിൽ ഏറ്റവും മോശക്കാര് ആരാണെന്നറിയോ? ഇന്നമൻ അശ്ശർറുന്നാസു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും മോശക്കാരായ ആളുകൾ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുത്ത് കോപത്തിനിരയായ ആളുകൾ ആരാ? الرجل يفضي إلى امرأته وتفضي إليه. ഒരു ഭർത്താവ് ഭാര്യയുടെ കൂടെ ജീവിക്കുന്നു, അവരുടെ കൂടെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. ഭാര്യ തിരിച്ചങ്ങോട്ടും ഒരു ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഭാര്യ പുറത്തു പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പരിപാടിയാണത്. കല്യാണം കഴിഞ്ഞു ആദ്യ രാത്രികളിലോ മറ്റുള്ള ദിവസങ്ങളിലോ നടക്കുന്ന സംഭവങ്ങൾ ഒരു ഭർത്താവ് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നമൻ അശ്ശർറന്നാസ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും പാപമുള്ള ആളുകളാണവർ, ഏറ്റവും മോശക്കാരായ ആളുകളാണവർ. ബെഡ്റൂമിൽ നടക്കുന്നത് ഭാര്യയുടെ പെരുമാറ്റങ്ങളോ ഭാര്യയുടെ കുറവുകളോ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം
സൂക്ഷിച്ചോ. മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റവും വലിയ മോശക്കാരാണ് നീ. അതേപോലെ പെണ്ണെ, ഭർത്താവിന്റെ ന്യൂനതകൾ നിന്റെ ചങ്ങാതിമാരോട് പറഞ്ഞു ചിരിക്കാൻ പാടില്ല. ഭർത്താവിന്റെ കുറവുകൾ നിന്റെ ഉമ്മയോട് വരെ പറയാൻ പാടില്ല. ഭർത്താവിന് കുറവുകൾ ഉണ്ടായേക്കാം, ഭാര്യയ്ക്കും കുറവുകൾ ഉണ്ടായേക്കാം. ഭർത്താവിന്റെ രഹസ്യങ്ങളോ ഭാര്യയുടെ രഹസ്യങ്ങളോ രണ്ടുപേരും പുറത്തറിയിക്കാതെ ഇവരുടെ ഇടയിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ, ഇവരുടെ ഇടയിലുണ്ടാകുന്ന അസംതൃപ്തികൾ, ഇവരുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവരുടെ ഇടയിലുണ്ടാകുന്ന യാതൊരു കുഴപ്പങ്ങളും ഇവർ രണ്ടുപേരല്ലാതെ മറ്റൊരാൾ അറിയാത്ത രീതിയിൽ സംരക്ഷിക്കേണ്ടത് രണ്ടുപേരുടെയും ബാധ്യതയാണ്. ആരെങ്കിലും രഹസ്യങ്ങളെ മറ്റൊരാളോട് പറഞ്ഞു കൊടുത്താൽ അല്ലാഹുവിന്റെ ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശക്കാരാണ് ഇവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമ്മളെയും നമ്മുടെ ഭാര്യമാരെയും ദീനീ ബോധമുള്ളവരാക്കി വളർത്തുമാറാവട്ടെ. അതുകൊണ്ട് ഭാര്യമാരെ ബഹുമാനിക്കുന്നവരാണ് ഏറ്റവും നല്ലവർ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളാരാണ്? ഫാൻ ഇങ്ങോട്ട് തിരിച്ചാൽ അതിനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? റൊട്ടേറ്റൊന്നുമില്ല, ഒരു റൊട്ടേറ്റും ഇല്ല, ഇവിടെ കാറ്റെത്തുന്നില്ല. ഏതായാലും പിന്നെ നമ്മുടെ ഈ കൂട്ടത്തിൽ നല്ല ഒരാൾ ആരാണ് എന്ന് നമ്മൾ ചോദിച്ചാ മാഷാ അല്ലാഹ് ഇപ്പൊ റൊട്ടേറ്റ് ഉണ്ട് കേട്ടാ. ഏറ്റവും നല്ല ആൾ ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഞാൻ തലക്കെട്ടും കന്തുറക്കെട്ടും വാർച്ചോനെ മാഷാൽ ഏതോ ഷെയ്ഖാണെന്ന് തോന്നുന്നല്ലേ? ഒന്നുമല്ല. ആരാണ്? നമ്മൾ പറയാൻ പറ്റുമോ? നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളാരാ? പള്ളി പ്രസിഡന്റോ, പള്ളിയുടെ ഖത്തീബോ, അല്ല വേറെ പറയുന്ന ഞാനോ? ആരുമില്ല. അതെങ്ങനെയാ തീരുമാനിക്കുക? അത് നമ്മുടെ ഭാര്യമാരോട് ചോദിക്കണം. ഭാര്യമാര് പറയാണ്, എന്റെ ഭർത്താവ് മാഷാ നല്ല ഭർത്താവാണ്, എന്നെ ഒരു കുറവ് എനിക്ക് പറയാനില്ല എന്ന് ആരെക്കുറിച്ച് ഏത് ഭാര്യ പറയുന്നത് അയാൾക്കാണ് നമ്മൾ ഏറ്റവും നല്ല മാതൃക യോഗ്യനായ ചെറുപ്പക്കാരൻ എന്ന അവാർഡ് കൊടുക്കേണ്ടത്. മഞ്ജു വാര്യർക്ക് ഒരു അവാർഡ് കൊടുത്തിട്ട് നിങ്ങൾ കണ്ടോന്നറിയില്ല. ഉണ്ടോ? നിങ്ങൾ വായിച്ചോ? മാതൃകാ യോഗ്യയായ വനിത എന്ന് പറഞ്ഞൊരു അവാർഡ് നമ്മുടെ മഞ്ജു വാര്യർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താ അവള് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയോ? സ്വന്തം ഭർത്താവിനെ ഡിവേഴ്സ് ചെയ്തു. കല്യാണം കഴിക്കാൻ പ്രായമുള്ള ഒരു പെൺകുട്ടി ഉണ്ട് അവൾക്ക്. ആ പെൺകുട്ടിയെയും ഭർത്താവിനെയും ഒഴിവാക്കി ഒരു 17 വർഷക്കാലത്തിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്നു. എന്ന് കൊടുത്ത അവാർഡ് എന്താ? മാതൃകാ യോഗ്യ എന്ന ഒരു അവാർഡ് കൊടുത്തു. അപ്പൊ നമ്മുടെ മക്കളൊക്കെ ആരെ ഇപ്പൊ മാതൃകയാക്കാൻ? മഞ്ജു വാര്യരാണ്. അതൊന്നല്ല മാതൃകാ യോഗ്യ അല്ലെങ്കിൽ യോഗ്യൻ എന്ന അവാർഡ് കൊടുക്കേണ്ടത്. ആർക്കാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവൻ. ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ലവൻ. പുറത്ത് സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അതിന്റെ നഭോമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, അതിന്റെ നേതാക്കന്മാരുണ്ട്. എന്നാൽ ഇവരൊന്നും നല്ലവരാണെന്ന് പറയണമെങ്കിൽ ഭാര്യമാര് സമ്മതിക്കണം, എന്റെ ഭർത്താവ് നമ്പർ 1 ആണെന്ന്, എന്റെ ഭർത്താവിന്റെ ഒരു കുറവില്ലെന്ന്. മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, നബിയെ ഞാനൊന്ന് ചോദിക്കട്ടെ, നാളെ ആഖിറത്തിൽ 2 or 3 ഭർത്താക്കന്മാരുള്ള ഒരു പെണ്ണിന് ആരെയാണ് ഭർത്താവായി ലഭിക്കുക? നാളെ സ്വർഗത്തിലേക്കും ഇതേ ഭാര്യമാരുടെ കൂടെയാണ് നമ്മൾ പോവേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കല്യാണം കഴിഞ്ഞ് ഇതേ ഭാര്യമാരുടെ കൂടെ വിഷമുണ്ടാക്കിയെങ്കിലും പഠിച്ചോനെ ദുനിയാവിൽ എന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ സ്വർഗത്തില് ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നരകത്തിൽ പോയാലും കുഴപ്പമില്ല എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഇല്ല കേട്ടോ. ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ നരകത്തെയാണെങ്കിൽ നരകത്തിലും പോവാൻ തയ്യാറെന്ന് പറയുന്ന അത്ര സ്നേഹമുള്ള ആളുണ്ട് ഇവിടെ. പക്ഷേ അല്ലാഹ് അങ്ങനെയുള്ള സ്നേഹമുള്ള ആളാക്കി അല്ലാഹു നമ്മളൊക്കെ മാറ്റട്ടെ. അപ്പോ നമ്മുടെ ഉമ്മു സലമ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നാളെ 2 or 3 or 4 ഭർത്താക്കന്മാരുള്ള ഒരു പെണ്ണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഏത് ഭർത്താവിന്റെ കൂടെയാണ് കടന്നു പോവുക? ഏത് ഭർത്താവായിരിക്കും ഇവളുടെ കൂടെ ഉണ്ടാവുക? അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഉമ്മു സലമ, അതെങ്ങനെയാണ് ഒരു പെണ്ണിന് 4 ഭർത്താക്കന്മാരുണ്ടാകുന്നത്? എങ്ങനെ ഉണ്ടാവും?
ഒന്നുകിൽ ഒന്നാമത്തെ കല്യാണം കഴിഞ്ഞു, ഭർത്താവ് ഡിവേഴ്സ് ചെയ്തു, അതേതായാലും കിട്ടൂല, കാരണം ത്വലാഖ് നടന്നിട്ടുണ്ട്. അതാണോ? അല്ല. കല്യാണം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി. രണ്ടാമത് കല്യാണം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി. മൂന്നാമതും കല്യാണം കഴിഞ്ഞു. അങ്ങനെ 3 ഭർത്താക്കന്മാർ, 4 ഭർത്താക്കന്മാരുള്ള ഒരു പെണ്ണ് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ, യാ റസൂലല്ലാഹ്, ഏത് ഭർത്താവിനെയാണ് നാളെ സ്വർഗത്തിൽ ലഭിക്കുക? അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണല്ലോ അബൂ സലമ. അബൂ സലമ മരിച്ചപ്പോ വല്ലാത്ത ബേജാറോടെ, വല്ലാത്ത ടെൻഷനോടെ, ദുഃഖത്തോടെ ഇരിക്കുമ്പോഴാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിക്ർ ചൊല്ലി കൊടുക്കുന്നത്. അല്ലേ? എന്താണ് ദിക്ർ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണല്ലോ ഞാൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി. അല്ലാഹുവേ, എനിക്ക് വന്ന അപകടം, എന്റെ ഭർത്താവ് മരിച്ചിരിക്കുകയാണല്ലോ, ഞാൻ ക്ഷമിക്കുകയാണല്ലോ, അതുകൊണ്ട് എനിക്ക് കൂലി നൽകണേ റബ്ബേ. വഖ്ലിഫ് അലയ്യ ഖൈറൻ മിൻഹാ വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എനിക്ക് അതിനേക്കാളും നല്ല ഒരു പകരം നൽകണേ അല്ലാ. എന്റെ ഭർത്താവ് മരിച്ചിരിക്കുകയാണ്, ഞാൻ ക്ഷമിക്കുന്നു, എനിക്ക് പ്രതിഫലം നൽകണേ അല്ലാ. അതേപോലെ തന്നെ ഇതിനേക്കാളും നല്ല ഒരു പകരം എനിക്ക് നൽകണേ അല്ലാ. ഈ ദിക്ർ ചൊല്ലാൻ അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മു സലമയോട് പറഞ്ഞപ്പോ ഉമ്മു സലമ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അബൂ സലമയെക്കാളും നല്ല ഒരു ഭർത്താവ് എനിക്ക് കിട്ടാനോ? എന്ത് നല്ല ഭർത്താവായിരുന്നു അബൂ സലമ. ഏതായാലും ഹബീബ് പറഞ്ഞതല്ലേ, ഞാൻ അങ്ങോട്ട് ചെല്ലുക തന്നെ. ചെല്ലാൻ തുടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപകടങ്ങൾ ഉണ്ടാകുമ്പോ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഈ ദിക്ർ പതിവാക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഭർത്താവ് മരിച്ചുപോയവർക്ക് ചെല്ലാം, ഭാര്യ മരിച്ചുപോയവർക്ക് ചെല്ലാം, ബിസിനസ് ഡള്ളായി പോയാൽ ചെല്ലാം, ജോലി നഷ്ടപ്പെട്ടാൽ ചെല്ലാം, എക്സാമിൽ തോറ്റുപോയാലും ചെല്ലാം, രോഗങ്ങൾ വന്നാലും ചെല്ലാം, മക്കൾ മരിച്ചുപോയാലും ചെല്ലാം, ഏത് അപകടങ്ങൾ വന്നാലും ചെല്ലാനുള്ള ഒരു ദിക്ർ പരിശുദ്ധ റസൂലുള്ളാഹി പഠിപ്പിച്ചു തരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ദിക്ർ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. اللهم اجرني في مصيبتي واخلف علي خيرا منها. അല്ലാഹുവേ, എനിക്ക് എന്റെ ഈ മുസീബത്ത്, ഈ വന്നുപെട്ട ആപത്ത് ഞാൻ ക്ഷമിക്കുന്നു, അത് കാരണം എനിക്ക് നീ കൂലി തരണം അല്ലാഹ്. വഖ്ലുഫ അലയ്യ ഖൈറൻ മിൻഹാ. ഇതിനേക്കാളും നല്ല ഒരു പകരം എനിക്ക് നൽകണേ അല്ലാഹ്. ഇത് ചെല്ലാൻ തുടങ്ങി. വഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ചെല്ലാൻ തുടങ്ങി. ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അബൂ സലമ എന്ന മരിച്ചുപോയ ഭർത്താവിനേക്കാളും ഏറ്റവും നല്ല ഭർത്താവ് കല്യാണം കഴിച്ചു. അതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂ സലമയെക്കാളും നല്ലൊരു ഭർത്താവോ? ഏതായാലും നബി തങ്ങൾ ചെല്ലാൻ പറഞ്ഞതല്ലേ, ചൊല്ലി 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അള്ളാഹുവിന്റെ റസൂല് കല്യാണം കഴിച്ചു. ആ നബിയോടാണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, നബിയെ, എനിക്ക് അബൂ സലമയുണ്ട് ഭർത്താവ്, അങ്ങും ഭർത്താവാണല്ലോ, വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല നബി തങ്ങളുടെ കല്യാണത്തിന് മുമ്പ്. എങ്കിൽ ആരുടെ കൂടെയാണ് നബിയെ ഈ 3-4 ഭർത്താക്കന്മാരുള്ളവർ നാളെ സ്വർഗത്തിൽ പോവാ? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമ്മു സലമ, നിന്നോട് ആരാണ് ഏറ്റവും നന്നായി പെരുമാറിയത്? സൽസ്വഭാവിയാരായിരുന്നു? നിന്നെ കുറ്റപ്പെടുത്താതെ, നിന്നെ ഭീഷണിപ്പെടുത്താതെ, നിന്നെ തെറി പറയാതെ, നിന്നെ ചീത്ത പറയാതെ, നിന്നോട് സൽസ്വഭാവത്തോടെ, നിന്നോട് നല്ല സ്നേഹത്തോടെ ആരാണ് പെരുമാറിയത്? ആ ഭർത്താക്കന്മാരിൽ നിന്ന് നിന്നോട് സെലക്ട് ചെയ്യാൻ പറയും. വേണ്ടവരെ സെലക്ട് ചെയ്യാനുള്ള യോഗ്യത പെണ്ണിനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ ആർക്കാ യോഗ്യത? ആർക്കാ? ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവൻ. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ്. ആ തുടക്കത്തിലുള്ള സ്നേഹം ലാസ്റ്റ് വരെ വേണമെന്ന് പറയാനുള്ളത് അല്ലേ? തുടക്കത്തിൽ പടച്ചോന് എവിടെ പോണെങ്കിലും ഭാര്യ ഇല്ലാതെ പറ്റൂല. ഒരു ജ്യൂസ് കുടിക്കാൻ പോയാൽ 2 പേർക്കും കൂടി ഒരു സ്ട്രോ മതി. ചെറുപ്പക്കാർക്കറിയാതൊക്കെ.
സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലാത്ത സമയങ്ങളിലൊക്കെ കാമുകി കാമുകമ്മ അല്ലെങ്കിൽ കല്യാണത്തിന്റെ തുടക്ക സമയങ്ങളിലൊക്കെ ആദ്യമൊക്കെ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ് മതി, അല്ലെങ്കിൽ ഒരു സ്ട്രോ മതി. രണ്ടുപേരും സ്ട്രോ ഷെയർ ചെയ്യും. രണ്ടുപേരും ഡിഫറെന്റ് ജ്യൂസ് വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഫൊക്കെ ചീസൊക്കെ ചെയ്തിട്ട് കുടിക്കുക. ജ്യൂസേ ഇങ്ങനെയൊക്കെ കുടിക്കുക തുടക്കത്തിൽ. പിന്നെ ജ്യൂസും കുടിക്കൂല, അവിടെ പോവില്ല, എവിടെ കൊണ്ടുപോകില്ല, ഒറ്റയ്ക്ക് തന്നെ. പിന്നെ വേറെ ആരെങ്കിലും നോക്കി നടക്കാനാണ് പണി. ഏതായാലും അങ്ങനൊന്നും ഉണ്ടാവരുത്. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, നമ്മുടെ ഇടയിൽ അള്ളാഹു സ്നേഹം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഏതായാലും ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല ഭർത്താവ്, ഏറ്റവും നല്ല പുരുഷൻ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയാണ് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹാ. ആ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഒരു മുസ്ലിമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പ്രബോധനം ലഭിക്കുന്നതിന് മുമ്പ്, നബി തങ്ങൾക്ക് ദിവ്യത്വം, നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് കല്യാണം കഴിച്ച ആസു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ഹബീബിന് പ്രബോധനം ലഭിക്കുകയും എന്നിട്ട് ദീനീ ദഅവത്ത് നടത്തുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ മക്കക്കാരായ മുശ്രിക്കീങ്ങളെല്ലാം ഈ ആസുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദിന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലണം. ആരോട് ചൊല്ലിയതുപോലെ അബൂലഹബിന്റെ മക്കളോട് ത്വലാഖ് ചെല്ലാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബിന്റെ 2 മക്കൾ അബൂലഹബിന്റെ മക്കൾ കല്യാണം കഴിച്ചിരുന്നു. 2 പേരും ത്വലാഖ് ചൊല്ലി അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ ആസു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ത്വലാഖ് ചെല്ലാൻ തീരുമാനിച്ചില്ല. 2 പേരും കല്യാണം കഴിച്ചു. സൈനബ് റളിയല്ലാഹു അൻഹ മുസ്ലിമാണ്, ഇദ്ദേഹം മുശ്രിക്കാണ്, മുസ്ലിമായിട്ടില്ല. പക്ഷേ 2 പേരുടെയും ജീവിതം ഇങ്ങനെ തുടർന്ന് സന്തോഷത്തോടെ പോവുകയാണ്. അതിനിടയ്ക്കാണ് ബദർ യുദ്ധം നടക്കുന്നത്. ബദർ യുദ്ധം നടക്കാൻ പോകുമ്പോൾ ഒരു സ്വഹാബി വീട്ടുകാർക്ക് നൽകാൻ ഭക്ഷണമില്ല. നോക്കണം, ആലോചിക്കണം. ബദർ യുദ്ധം നടക്കാൻ പോകുമ്പോൾ വീട്ടുകാർക്കും മക്കൾക്കും നൽകാൻ ഭക്ഷണമില്ല. ഇനി എന്താണ് ചെയ്യുക? എവിടെയൊക്കെ പോയി നോക്കി, ഒന്നുമില്ല. ഇനി ആരുടെയെങ്കിലും അടുക്കളയിലോ ആരുടെയെങ്കിലും വയലിലോ ആരുടെയെങ്കിലും പാടങ്ങളിലോ തോട്ടങ്ങളിലോ ചെന്ന് ജോലി ചെയ്താൽ എന്തെങ്കിലും കിട്ടും, അതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്നല്ലാതെ വേറെ ഒന്നും കയ്യിലില്ല. നാളെ രാവിലെ യുദ്ധം നടക്കാൻ പോവാണ്. രാത്രി ഉറങ്ങിയാലല്ലേ യുദ്ധത്തിന് ആവേശം കിട്ടുകയുള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഉറങ്ങാൻ പോവാ? മക്കൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? യുദ്ധം 1, 2, 3 മാസം നീണ്ടുപോയേക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച നീണ്ടുപോയേക്കാം. ഞാൻ പോയാൽ എന്റെ മക്കൾക്ക് എന്താണ് ഭക്ഷണമുള്ളത്? ഉടനെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എവിടെയെങ്കിലും ജോലിയുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഒരു ജൂതൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ഇന്നാരെങ്കിലും ജോലി ചെയ്യാനുണ്ടോ? നമ്മുടെ ചെറുക്കളത്ത് പോവാറുണ്ട്. നിങ്ങള് ഇവിടെ ഉണ്ടാവില്ലല്ലേ? ചെർക്കള ടൗണിലേക്ക് രാവിലെ പോയ കുറെ ബംഗാളികൾ കിട്ടും. അവിടെയൊക്കെ ആരെങ്കിലും വിളിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ. അതേപോലെ ജൂതൻ ചോദിച്ചു, ആരെങ്കിലും ജോലി ചെയ്യാനുണ്ടോ? ഉടനെ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യാം. എന്താണ് ജോലി? പറഞ്ഞു, എന്റെ ഈ തോട്ടങ്ങളെ മുഴുവനും നനക്കണം. രാവിലെയാകുന്നത് വരെ എന്റെ തോട്ടങ്ങളെ നനക്കണം, ഞാൻ തയ്യാറാണ്. രാവിലെ എന്താണ് എനിക്ക് തരിക? 2 സ്വാഴ് അത് ധാന്യവും തരാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ രാത്രി തീരെ ഉറക്കില്ലാതെ ക്ഷീണത്തോടെ അധ്വാനിച്ചുകൊണ്ട് സുബഹി വരെ ആ തോട്ടം നനച്ചു കൊടുത്തു. സുബഹിയാകുമ്പോഴേക്കും വീടിന്റെ ഡോർ മുട്ടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഡ്യൂട്ടി ചെയ്തു, ശമ്പളം കൊടുത്തു. 2 സ്വാഴ് അരി, 2 സ്വാഴ് ഗോതമ്പ്, 2 സ്വാഴ് എന്തോ ധാന്യമണി. ഉടനെ തന്നെ വീട്ടിലേക്ക് ചെന്നു. 1 സ്വാഴ് ഭാര്യയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. 1 സ്വാഴ് കൊടുത്തിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണത്തിനായി. പിന്നെ 1 സ്വാഴ് ബാക്കിയുണ്ടല്ലോ, അതേ ആ വീട്ടിൽ ബാക്കിയുള്ളത്. എന്നാൽ ഈ സ്വാഴുമായി നേരെ ചെന്നത് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ചെന്നു. യാ റസൂലല്ലാഹ്, പൊന്നു സഹോദര ആലോചിക്കണം, ഇതൊക്കെ ചിന്തിക്കണം പൊന്നു സഹോദര. ഓരോ ദിവസവും ഓരോ വസ്ത്രം ധരിക്കുന്ന ചെറുപ്പക്കാരാ, ഓരോ മാസങ്ങളിൽ ഓരോ ഷൂ വാങ്ങിക്കുന്ന ചെറുപ്പക്കാരാ, ഓരോ വർഷങ്ങളിൽ ഓരോ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്ന ചെറുപ്പക്കാരാ. ഇതൊന്നും ആലോചിക്കാതെ എങ്ങനെയാണ് നമ്മൾക്ക് പോവാൻ പറ്റുക? പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ പഠിക്കാതെ, സ്വഹാബാക്കളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൂർത്തന്മാരായി മാറുന്നത്. ഓരോ കല്യാണത്തിന് ഓരോ സാരിയും ഓരോ ചുരിദാറും വാങ്ങിക്കുന്ന
വാങ്ങിക്കുന്ന, ഓരോ മാസങ്ങളിലും ഓരോ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന പർദ്ദകൾ ധരിക്കുന്ന ഉമ്മമാരെ, ഇതൊന്നും പഠിക്കാതെ മുന്നോട്ട് പോവാൻ പാടില്ല. മക്കൾക്ക് ഭക്ഷണമില്ലാതെ രാത്രി മഗ്രിബ് മുതൽ സുബഹി വരെ അധ്വാനിച്ചു, അതിൽ നിന്ന് കിട്ടുന്ന സാഴ് കൊണ്ടുപോയി വീട്ടിലെത്തിച്ചു, എന്നിട്ടൊരു സാഴ് ബാക്കിയുണ്ടല്ലോ, ആ സാഴുമായി നേരെ ചെന്നത് ഇലാ ഹളറത്ത് റസൂലില്ലാഹ്, നബിയെ എന്റെ കയ്യിൽ ഈ സാഴ് മാത്രമാണുള്ളത്, ബദർ യുദ്ധത്തിന് പോവുകയാണല്ലോ നബിയെ, എന്റെ കയ്യിൽ വേറൊരു സ്വതക്കയായി നൽകാനൊന്നുമില്ല, ഇതേ ഉള്ളൂ നബിയെ, ഇതങ്ങ് സ്വീകരിച്ചാലും. 2-3 ആഴ്ചയോളം ജീവിക്കേണ്ട ബദ്രിൽ ഭക്ഷണം കഴിക്കാൻ എന്റെ വക ഈ ഒരു സായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ചു നേരെ ചെന്നു ബദറിന്റെ രണാങ്കണത്തിലേക്ക്. വാളുണ്ടോ ഇല്ല, പരിചയുണ്ടോ ഇല്ല, പടക്കുതിരയുണ്ടോ ഇല്ല, ഒട്ടകങ്ങൾ കുറവാണല്ലോ. ആകെ 313 പേർ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ചെല്ലുമ്പോൾ സഹാബാക്കൾ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് വിജയിക്കുന്നത് എന്ന്. സഹാബാക്കൾ ചിലർ ചോദിച്ചു സിദ്ദീഖിനോട്, എങ്ങനെയാണ് സിദ്ദീഖെ വിജയിക്കുക? ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ലല്ലോ, ഞങ്ങളുടെ കയ്യിൽ പടക്കോപ്പില്ലല്ലോ, ആരുമില്ലെങ്കിൽ എന്തേ അല്ലാഹുവില്ലേ, അല്ലാഹുവില്ലേ ഞങ്ങളുടെ കൂടെ? അല്ലാഹു ഉണ്ടാകുമ്പോൾ പിന്നെ ആരെയാണ് പേടിക്കേണ്ടത്? ആ ഒരു ആയുധവുമായിട്ടാണ് അവർ ചെന്നത്. ഏതായാലും ആയിരക്കണക്കിന് കിങ്കരന്മാരായ ധിക്കാരികളായ അഹങ്കാരികളായ മക്ക മുശ്രിക്കീങ്ങൾ യുദ്ധത്തിന് വന്നപ്പോഴേക്കും അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു സഹായിക്കുകയാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. 70ഓളം ബന്ദികളെയാണ് അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും മക്ക മുശ്രിക്കീങ്ങളിൽ നിന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നത് മദീനയിലേക്ക്. സഹാബാക്കളുടെ ഇടയിൽ ചർച്ച നടത്തി, ഈ ബന്ദികളെ എന്ത് ചെയ്യണം? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് ഇവരെ വെറുതെ വിടാം, ഞങ്ങൾക്ക് സമ്പത്താണല്ലോ ആവശ്യം, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും 10,000 സ്വർണങ്ങളോ വെള്ളിയോ നൽകി ഇവരുടെ കുടുംബക്കാർ വന്ന് ഇവരെ തിരിച്ചു കൊണ്ടുപോയിക്കോട്ടെ. നബി തങ്ങളും അതേ അഭിപ്രായമാണ് സ്വീകരിച്ചത്. എന്നാൽ ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ പാടില്ല, സമ്പത്തല്ല നബിയെ വലുത്, ഇവര് ശത്രുക്കളാണ്, ഇവരെ ഞങ്ങളെ കൊല്ലാൻ വന്നവരാണ്, ഇവരെ വെറുതെ വിടാൻ പാടില്ല നബിയെ, ഇവരെ വെറുതെ വിടാൻ പാടില്ല നബിയെ, ഇവരെ കൊന്നു കളയണം, എന്നെയും അലിയെയും ഏൽപ്പിക്ക്, 70 പേരെയും ഞങ്ങൾ തലവെട്ടി ശരിയാക്കാമെന്ന് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു. ഇത് ഹബീബിന് ഇഷ്ടമായില്ല. നബി തങ്ങൾ അവസാനം പറഞ്ഞു, ആരൊക്കെയാണോ ഫിദിയ കൊണ്ടുവന്ന് തന്റെ ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ആ പൈസയോ ആ ദിർഹമോ ആ ദീനാറോ സ്വർണങ്ങളോ സ്വീകരിച്ചുകൊണ്ട് അവരെ വെറുതേക്ക് വിടാൻ ഞങ്ങൾ തയ്യാറാണ്. അതേപോലെ 20ഓളം മുസ്ലിമീങ്ങളായ കുട്ടികൾക്ക് ഹർഫ് പഠിപ്പിക്കാനും അക്ഷരം പഠിപ്പിക്കുവാനും ആരാണ് തയ്യാറാവുന്നത്, അവരെയും പഠിപ്പിച്ചാൽ വെറുതെ വിടാൻ തയ്യാറാണ്. വളരെ വളരെ ശത്രുക്കളായ ചിലരുടെ തലവെട്ടാമെന്നല്ലാതെ അള്ളാഹുവിന്റെ ഹബീബും സഹാബാക്കളും കൂടി ചേർന്നെടുത്ത തീരുമാനമാണിത്. അങ്ങനെയാണ് ഓരോ ആളുകൾ ഓരോ സ്വർണ്ണ നാണയങ്ങളുമായി കടന്നു വന്നു തന്റെ കൂടെയുള്ള അനുചരന്മാരെ മോചിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിലേക്ക് ഒരു മാല കിട്ടി. അള്ളാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. ആ മാല കണ്ടപ്പോൾ ഹബീബ് കരയാൻ തുടങ്ങി. എന്തേന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീവിക്ക് താൻ കൊടുത്ത മാലയാണല്ലോ അത്. തന്റെ ഖദീജ തന്റെ മകൾക്ക് കൊടുത്ത മാലയാണ്. തന്റെ മകൾ തന്റെ ഭർത്താവിനെ സ്വതന്ത്രനാക്കാൻ വേണ്ടി ഖദീജ നൽകിയ സ്വർണമാല ഫിദിയായി കൊടുക്കാൻ പോവുകയാണ്. അത് കണ്ടപ്പോഴേക്കും അള്ളാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് സഹാബാക്കളോട് ചോദിച്ചു, സഹാബാ, ഇദ്ദേഹത്തെ വെറുതെ വിടാൻ നിങ്ങൾ തയ്യാറാണോ? ആരാണ് അവിടെയുള്ളത്? മരുമകനാണ് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹാ. സൈനബ് റളിയല്ലാഹു അൻഹാ മുശ്രിക്കായ മുസ്ലിമല്ല, മുശ്രിക്കാണ്. അമുസ്ലിമായ തന്റെ ഭർത്താവിനെ സഹായിക്കാൻ തന്റെ കയ്യിലുള്ള തന്റെ ഉമ്മ ഏൽപ്പിച്ച നബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീവി ഏൽപ്പിച്ച ആ ഒരു സ്വർണമാല ഫിദിയയായി നൽകുകയാണ്. അങ്ങനെ തന്റെ ഭർത്താവിനെ മോചിപ്പിച്ച ചരിത്രം ഇസ്ലാം പഠിപ്പിക്കുമ്പോ, പൊന്നു സഹോദരിമാരെ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സാമ്പത്തികമായ നിലവാരമുണ്ടെങ്കിൽ അത് സഹായിക്കണമെന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ നിങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല, അതിന്റെ പേരിൽ ഗുണമെടുത്തു പറയാൻ പാടില്ല, അതിന്റെ പേരിൽ ഭർത്താവിനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാനോ എന്നിട്ട് കാലാകാലം അത് പറഞ്ഞു നടക്കാനോ പാടില്ല. ഭർത്താക്കന്മാരെ സഹായിക്കുന്ന ദീനീബോധമുള്ള ഭാര്യമാരായി നമ്മളൊക്കെ വളരുക. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
ഒരുപാട് കടമകളുണ്ട്. ഭർത്താവിന്റെ മുമ്പിലല്ലാതെ ഒരു പെണ്ണ് സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് വെറുതെയാണോ? പെണ്ണേ, നിനക്ക് നിന്റെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ, നിന്റെ സൗന്ദര്യം നീ പ്രകടമാക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ്, വേറെ ആരുടെ മുമ്പിലുമല്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആചാരങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ അല്ലേ? വീട്ടിലിരിക്കുമ്പോൾ എന്തോ പുക പിടിച്ചിരിക്കുന്ന ഒരു നൈറ്റി, ഏതോ ഇസ്തിരി ഇടാതെ ചുളിഞ്ഞിരിക്കുന്ന ഒരു ചുരിദാർ, ഉള്ളിയുടെ വാസനയുള്ള ചുരിദാർ, അതേപോലെ ഏതോ കരി പിടിച്ച വസ്ത്രങ്ങൾ, തല പോലും ചീകി വെക്കാതെ അലക്ഷ്യമായിട്ടിരിക്കുന്ന തലമുടി. എന്തിനാണ് പെണ്ണെ? വീടിന്റെ അകത്ത് ഭർത്താവിനോടല്ലേ നിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഇസ്ലാം പറഞ്ഞത്. നീ ചെയ്യുന്നത് സത്യമാണോ? നീ ചെയ്യുന്നത് നീതിയാണോ? നീ ചെയ്യുന്നത് ന്യായമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വീട്ടിനുള്ളിലിരിക്കുമ്പോൾ മോശപ്പെട്ട മുഷിഞ്ഞ വസ്ത്രം ധരിക്കുക. അതുകൊണ്ടാണ് ചില ആണുങ്ങൾ, ചില പുരുഷന്മാർ മറ്റൊരാൾ തേടിപ്പോകുന്നത് ഭർത്താവ് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുമ്പോഴാണെന്ന് എന്റെ ഭാര്യ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഉണർത്തട്ടെ. വീട്ടിലിരിക്കുമ്പോഴാണ് ഭംഗിയാവേണ്ടത്. ഇനി ഞങ്ങൾ കല്യാണത്തിന് പോകാന്ന് പറഞ്ഞാൽ പിന്നെ നിന്റെ ഒരുങ്ങലല്ലേ, ചമയലല്ലേ, കുളിക്കലല്ലേ വസ്ത്രം. നീ ഏറ്റവും മുന്തിയ വസ്ത്രം ധരിച്ചു, നിന്റെ മുഖം മിനുക്കി, പല്ല് തേച്ചു, കുളിച്ചു, തലച്ചീകി, നീ പുറത്തിറങ്ങി. ആരെ കാണിക്കാനാണ് പുറത്തിറങ്ങുമ്പോൾ നീ ഭംഗിയായത്? സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ, ഒരു പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ നീ കുളിച്ചൊരുങ്ങി, അണിഞ്ഞൊരുങ്ങി, നല്ല വസ്ത്രം ധരിച്ചു, പുറത്തിറങ്ങി. ആരെ കാണാനാണ്? ഷോപ്പിംഗ് മാളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നീ കുളിച്ചൊരുങ്ങി, അണിഞ്ഞൊരുങ്ങി. ആരെ കാണാനാണ്? നിന്നോട് ആരോടെ മുമ്പിലാണ് നിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പറഞ്ഞത്? നിന്റെ ഭർത്താവിന്റെ മുമ്പിലല്ലേ? അപ്പോൾ നീ ചെയ്യുന്നത് നീതിയാണോ? ഇനി നിന്റെ ഭർത്താവ് തെറ്റ് ചെയ്താൽ നീ ഉത്തരവാദിയല്ലേ? അല്ലാഹു പറഞ്ഞുവല്ലോ, وَقُلْ لِلْمُؤْمِنَاتِ يَغْضُضْنَ مِنْ أَبْصَارِهِنَّ. നബിയെ, പെണ്ണുങ്ങളോട് പറയണം നബിയെ, وَقُلْ لِلْمُؤْمِنَاتِ يَغْضُضْنَ مِنْ أَبْصَارِهِنَّ وَيَحْفَظْنَ فُرُوجَهُنَّ. മുഅ്മിനത്തായ സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോട് നബിയെ നിങ്ങൾ പറയണം. എന്താണ് പറയേണ്ടത്? യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന. നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ അടച്ചു വെക്കണം. പുരുഷന്മാർക്ക് പെണ്ണുങ്ങളെ മാത്രം നോക്കൽ ഹറാമാണെന്ന് കരുതിയിട്ടുണ്ട് ചില ആളുകൾ. അതല്ലേ നിങ്ങൾ വിചാരിച്ച് മുഖം മറച്ച് നടന്ന പിന്നെ എനിക്ക് ആരും നോക്കാൻ ആരും കാണില്ലല്ലോ അല്ലേ? ശരിയാണ്, ആരും കാണില്ല. പക്ഷേ കാണുന്ന ഒരാളുണ്ട്, അത് സർവശക്തനായ റബ്ബ്. അല്ലാഹുവിന്റെ കണ്ണിനെ മറികടക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹുവിന്റെ കാഴ്ചയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. وَقُلْ لِلْمُؤْمِنَاتِ يَغْضُضْنَ مِنْ أَبْصَارِهِنَّ وَيَحْفَظْنَ فُرُوجَهُنَّ. നബിയേ, നിങ്ങൾ പറയണം നിങ്ങളുടെ ഭാര്യമാരോട്, മറ്റുള്ള മുഅ്മിനാത്തായ ആളുകളോട് പറയണം നബിയേ. എന്താണ് പറയേണ്ടത്? യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന. നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ ചിമ്മിക്കളയണേ. സീരിയൽ കാണുന്നു, അതിൽ നടന്മാരെ കാണുന്നു. ആ നടന്മാരെയും നിന്റെ ഭർത്താവിനെയും നീ എന്ത് ചെയ്യണ്ട, കമ്പയർ ചെയ്യേണ്ട. പഠിച്ചോനെ, ലോകത്ത് ഇത്രയൊക്കെ ചെറുപ്പക്കാരുണ്ടായിട്ട് എനിക്ക് കിട്ടിയത് കണ്ടില്ലേ? അതിനെന്താ ചെയ്യേണ്ടത്? കിട്ടിയ ഭർത്താവിനെയും കിട്ടിയ ആണുങ്ങളെയും കിട്ടിയ നടന്മാരൊന്നും കാണാൻ നിൽക്കണ്ട. യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന വയഹ്ഫൾന ഫുറൂജഹുന്ന. ഇന്ന് ഒരു കൊലപാതകത്തിന്റെ വാർത്ത വായിച്ചവരാണ് നാം. നിങ്ങൾ വായിച്ചോ? 1 വർഷം മുമ്പോ 2 വർഷം മുമ്പോ ഒരു കൊലപാതകം നടന്നു, ആറ്റിങ്ങൽ കൊലപാതകം. അതിന്റെ വിധി ഇന്നാണ് വന്നത്. എന്തിനാണ് കൊന്നത്? കൂടെ ജോലി ചെയ്യുന്ന കാമുകനെ കിട്ടാൻ വേണ്ടി തന്റെ ഭർത്താവിനെയും തന്റെ ഭർത്താവിന്റെ മാതാവിനെയും നൊന്തുപെറ്റ 3 മാസമോ 4 വയസ്സോ ഉള്ള പിഞ്ചു കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി തന്റെ കാമുകനെ ഏൽപ്പിച്ച പെണ്ണ്. നിനോയുടെയും അനുശാന്തിയുടെയും കാലമല്ലേ ഇത്? എന്താണിതൊക്കെ? കാമുകന് വേണ്ടി ഭർത്താവിനെ കൊല്ലുക. ഭർത്താവിനൊക്കെ പോട്ടെ, സ്വന്തം നൊന്തു പെറ്റ മകളെ കൊല്ലാന്ന് പറഞ്ഞ എന്താണ്? എന്നിട്ട് വീഡിയോ അയച്ചു കൊടുക്കുക. ആര്? കാമുകൻ മകൾ പിടഞ്ഞു മരിക്കുന്ന വീഡിയോ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് മകള് മരിക്കുന്നത് കാണാൻ ഒരു പെണ്ണ്. ഇതൊക്കെ ലോകത്തിന്റെ കഥ. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഗുഹ്യസ്ഥാനം സൂക്ഷിക്കണം. ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ശരി, ജോലി ചെയ്യുന്ന ആള്, കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് ഒക്കെ എന്താ വിചാരിച്ചത്? അങ്ങളാണെന്നോ, കുടുംബക്കാരാണെന്നോ, മഹറമാണെന്നോ, അങ്ങനെയൊക്കെ വിചാരിച്ച ആളുണ്ട്.
കൂടെ ജോലി ചെയ്യുന്നവന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക, പിന്നെ കൂടെ ഇരിക്കുക, പിന്നെ കൂടെ വണ്ടിയിൽ പോവുക. ഇതൊക്കെയാണ് പല സ്ഥലത്തും നടക്കുന്നത്. ഇതൊക്കെയാണ്. അതുകൊണ്ടാ ജോലിക്കൊന്നും പോവണ്ട ഇസ്ലാം പറയുന്നത്. അതുകൊണ്ടാണ് അത്രയും സുരക്ഷിതമായ ദീനി ചിട്ടയുള്ള ഒരു ജോലി കിട്ടിയാൽ ഏറ്റെടുക്കാന്നല്ലാതെ അന്യ പുരുഷന്മാരുമായി ഇടപെടുന്ന ഒരു സ്ഥലത്തും ദയവ് ചെയ്ത് പോവരുത്. പിന്നെ 1 മാസമോ 2 മാസമോ കൂടെ ജോലി ചെയ്തു, അപ്പോഴേക്കും ഫ്രീ ആയി, പിന്നെ എന്തും സംസാരിക്കാം, പിന്നെ എന്തും ചെയ്യാം, പിന്നെ എവിടെയും സ്പർശിക്കാം, ഒരു കുഴപ്പമില്ല. ആ ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോഴാണ് ഭർത്താവിനെ വേണ്ട എന്ന് തോന്നിപ്പോകുന്നത്. നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങൾ ഹറാമിൽ പെടാതെ സൂക്ഷിക്കണമെന്നും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن. നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം മറ്റൊരാൾക്ക് പ്രദർശിപ്പിക്കാനേ പാടില്ല. വൽയദ്രിബ്ന ബിഖുമുരിഹിൻ, നിങ്ങളുടെ മൂടുപടം നിങ്ങൾ മുഖത്തിന്റെ താഴെ നെഞ്ചിലേക്ക് മറച്ചിടണം. ജസ്റ്റ് മറക്കണം, ശരീരം മറക്കണം. ശരീരത്തിന്റെ സൗന്ദര്യമുള്ള ശരീരങ്ങളുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ മറക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുകയാണ്. ഏതായാലും ഞാൻ നിർത്താൻ പോണ സമയം കുറെ വൈകി. ഇൻഷാ അല്ലാഹ്. ولا يبدين زينتهن إلا لبعولتهن, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ ഭർത്താക്കന്മാർക്കല്ലാതെ വേറെ ഒരാൾക്കും കാണിക്കാൻ പാടില്ല. കേട്ടോ പെണ്ണുങ്ങളെ, നിങ്ങളോടാണിത് പറയുന്നത്. സഹോദരിമാരെ, നിങ്ങളോടാണിത് പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്ത് ന്യായമാണ്? ആരെ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? വീട്ടിൽ വളരെ മോശപ്പെട്ട വസ്ത്രം, പുറത്തിറങ്ങുമ്പോൾ സുന്ദരിയായി ഇറങ്ങാം. എന്താണ് പെണ്ണെ നീ പറയുന്നത്? എന്നെ നാട്ടുകാർ കണ്ടോട്ടെ, എന്റെ ഭർത്താവ് കാണണമെന്നില്ല. എന്നെ നാട്ടുകാർ ആസ്വദിച്ചോട്ടെ, എന്റെ ഭർത്താവ് ആസ്വദിക്കണമെന്നില്ല എന്നല്ല. ഇനി ഏതെങ്കിലും ഭർത്താവ് ഇത് കാരണത്താൽ പിഴച്ചു പോയാൽ നീയാണ് ഉത്തരവാദി. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിന്ന വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. നിന്റെ സൗന്ദര്യം കാണാൻ ആളുകൾ ആകർഷിക്കാൻ വേണ്ടി കാലിട്ട് നീ നടക്കണ്ട. പാദസരങ്ങൾ സ്വർണത്തിന്റെയോ മറ്റുള്ള പാദസരങ്ങൾ ഇട്ട് മറ്റുള്ളവർ ആകർഷിക്കാൻ നിൽക്കണ്ട. അതേപോലെ അത്തർ പൂശി മറ്റൊരാൾ ആകർഷിക്കാൻ നിൽക്കണ്ട. നീ ആകർഷിപ്പിക്കേണ്ടത് നിന്റെ ഭർത്താവിനെയാണെന്ന് പരിശുദ്ധ ഇസ്ലാം അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പോ ഇത് 2 കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഉപ്പമാരെ ആദരിക്കേണ്ട മക്കൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. മക്കൾ ഉപ്പമാരോട് നന്നായി പെരുമാറണം. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറു അഹദുഹുമാ, നിങ്ങളുടെ അടുത്ത് ഉപ്പമാർക്കോ ഉമ്മമാർക്കോ പ്രായമെത്തിയാൽ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ അവരോട് ഛേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. ഇത് കേട്ടുകൊണ്ട് ഉപ്പമാരെ മക്കളെ ചൂഷണം ചെയ്യല്ല. മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ ചെയ്തു കൊടുക്കണം. മക്കളോട് നല്ല രീതിയിൽ പെരുമാറണം. മക്കളോട് ദ്രോഹം കാണിക്കാൻ പാടില്ല. മക്കളെ വെറുപ്പിക്കാൻ പാടില്ല. മക്കളെ എന്തൊക്കെയോ നിങ്ങൾ കുറ്റവും കുറവും കണ്ടെത്തി മക്കളുടെ കണ്ടെത്താൻ ശ്രമിക്കാൻ പാടില്ല. നിങ്ങൾക്ക് മക്കളോട് കടമയുണ്ട്. അതാണ് അല്ലാഹു ആദ്യം ചോദ്യം ചെയ്യുന്നത്. എന്നിട്ട് മക്കളോടാണ് പറയുന്നത്, വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറു അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ലതേ പറയാവൂ.
ആമീൻ 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞത് എന്തേ നബിയെ? നബി തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ വാർദ്ധക്യകാലത്ത് സംരക്ഷിക്കാൻ ഒരു കുട്ടിക്കോ ഒരു മകനോ അവസരമുണ്ടായി, എന്നിട്ടും അയാൾ നരകത്തിലേക്ക് എത്തിയാൽ അയാൾ തെറ്റുകാരാണ്. എന്തേ കാരണം? മാതാപിതാക്കളെ അനുസരിച്ചില്ല എന്നതാണ്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുമെന്ന് മുത്ത് റസൂലുള്ളാഹ്. ഇന്ന റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ. അല്ലാഹുവിന് ഞങ്ങളെ ഇഷ്ടമാണോ എന്നെങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുക? നേരെ പോയി വീട്ടിൽ ചെല്ലണം, ഉപ്പയോട് ഉമ്മയോട് ചോദിക്കണം, ഉപ്പ ഉമ്മ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ അല്ലാഹുവിനും ഞങ്ങളെ ഇഷ്ടമാണ്. അല്ലാഹുവിന് ഞങ്ങളോട് ദേഷ്യമാണോ? എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? വീട്ടിൽ ചെല്ലണം, ഉപ്പയോട് ചോദിക്കണം, ഉപ്പ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഉമ്മ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ചെറുപ്പന്മാരുണ്ടാകും പൈസ കൊടുക്കാത്തതിന്റെ പേരില്. അതേപോലെ അങ്ങനെയൊക്കെ അതൊന്നുമല്ല. നമ്മുടെ ഭാഗത്ത് എന്ത് വരാൻ പാടില്ല? ഉപ്പമാരോട് അപമര്യാദ വരാൻ പാടില്ല, അവരെ ദ്രോഹിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൻദോഷങ്ങളിൽപ്പെട്ടതാണല്ലോ മാതാപിതാക്കളെ നമ്മൾ അവരോട് അപമര്യാദയായി പെരുമാറുന്നത്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കട്ടെ. അതുകൊണ്ടല്ല നിസ്കാര ശേഷവും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബന റഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ, അവരോട് നീ കാരുണ്യം ചെയ്യണേ. ഈ ദുആ ചെയ്യാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം പരിപൂർണമല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. കേട്ടോ കേട്ടോ, ചെറുപ്പക്കാരൊക്കെ എപ്പോഴെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? ഇത് അറിയോ? അറിയുന്ന ആൾ കൈപൊക്കെ, ഈ ദുആ അറിയുന്ന ആളെന്ന് കൈപൊക്കെ. 4 ആളുണ്ട്. അറിയില്ല, എനിക്കറിയാം. ഒരാളുണ്ട്. ചെറുപ്പക്കാർക്കൊക്കെ ഇവിടെ മിനിമിലിറ്റി കളിച്ചിട്ട് കഴിയണ്ടല്ലേ? മിനിമിലിറ്റി എത്തിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടില്? അതൊക്കെ കയ്യുള്ള കൊച്ചി ആളുടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? 2-3 വർഷം അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ മിനിമിലിറ്റി ഒക്കെ കളിച്ച് തീരണ്ടേ? ഇപ്പൊ ഇതൊക്കെ പഠിക്കാൻ സമയം അല്ലേ? ഇപ്പം കളിക്കുന്നുണ്ടോ? സദസ്സിലിരുന്നിട്ട് ഉണ്ടാ? അങ്ങനെ ഉണ്ടാവും, സദസ്സിലിരുന്നിട്ട് ഗെയിം കളിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനൊന്നും ചെയ്യല്ലേ. സദസ്സിനോടുള്ള അപമര്യാദയാണ്, അതബ് കേടാണ്. അതൊന്നും ചെയ്യല്ല, കുറ്റക്കേട് പറ്റിപ്പോവും. വാലിന്റെ സദസ്സിൽ വരിക, എന്നിട്ട് 4 ചെറുപ്പക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുക, കിക്ക് ചെയ്യുക, ഇതൊന്നും ശരിയല്ലേ? ഞാൻ പറയാണ്, ഈ സദസ്സില്ല, ഏത് സദസ്സാണെങ്കിലും ശരി, വാലിന്റെ സദസ്സിലോ പള്ളിയിൽ ദിക്ർ നടക്കുമ്പോ ഒന്നും നിങ്ങൾ മിനിമുട്ടി കൊണ്ട് വരരുത്, ദയവ് ചെയ്ത്. അല്ലാഹു ബോധം നൽകട്ടെ. അപ്പൊ ഏതായാലും എന്ത് ചെയ്യാ? ഈ ദുആ പഠിച്ചു വെക്ക. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ അല്ലാഹുമ്മ ഗ്ഫിർ ലി വലിവാലിദയ്യ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ ദുആ ചെയ്യാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം പരിപൂർണമല്ല എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, മാതാപിതാക്കളോടുള്ള ബാധ്യത അയാൾ നിറവേറ്റിയിട്ടേ ഇല്ല. അതുകൊണ്ട് എല്ലാ നിസ്കാര ശേഷവും ദുആ ചെയ്യാ. അല്ലാഹുമ്മ ഗ്ഫിർ ലി, പടച്ചവനെ എനിക്ക് പുറത്തു തരണം, വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു തരണം, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ അവർ 2 പേരോടും നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ്. ഈ ദുആ എല്ലാവരും ദുആ ചെയ്യണം നിസ്കാര ശേഷം. ഇല്ലെങ്കിൽ ഉപ്പമാരോടും ഉമ്മമാരോടുമുള്ള ബാധ്യത നമ്മൾ വീട്ടിയിട്ടില്ല. ഇനിയൊരു ദുആ ഉണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ സാലിഹായ ഭാര്യയെ നൽകണേ അല്ലാഹ്. ആമീൻ. നിലർക്കെ രണ്ടാമത് ഭാര്യ കിട്ടല്ലേ? ആമീൻ. ഉറക്കെ ശല്യം നിൽക്കണ്ട. എന്താണ് കിട്ടിയ ഭാര്യ നീ സ്വാലിഹാക്കണെന്നാണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാരൊക്കെ സ്വാലിഹാത്തിൽ പെടുത്തട്ടെ. കല്യാണം കഴിക്കാത്ത ആളുകൾക്ക് അല്ലാഹു സ്വാലിഹാത്തായ ഭാര്യമാരെ കൊടുക്കട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ എന്റെ ഭാര്യയെ, എന്റെ മക്കളെ എന്നെ നീ ദീനീ ബോധമുള്ളവരാക്കണേ എന്നാണ് ദുആ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരില്ല ഇവിടെ? സംസാരിച്ചിരുന്നോ? നല്ല പെണ്ണ് വേണ്ടേ? ദീനീ ബോധമുള്ള പെണ്ണ് വേണ്ടേ? ചെറുപ്പക്കാരോട് നിങ്ങളോട് ചോദ്യം, ബാക്കിലുള്ള ആളോട്. പെണ്ണൊന്നും വേണ്ടേ? ദുആ പഠിച്ചോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ.
കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരികളും ദുആ ചെയ്യണം, പടച്ചവനെ എനിക്ക് ദീനീ ബോധമുള്ള പെണ്ണിനെ തരണേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയാൽ എല്ലാമായി എന്ന്. ആയിട്ടില്ല. ദീനീ ബോധമുള്ള പെണ്ണിനെ ഒരാൾക്ക് കിട്ടിയാൽ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ വിജയി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സൗന്ദര്യമൊക്കെ പോവും മക്കളെ, സൗന്ദര്യമൊക്കെ 2 മാസം ഉണ്ടാവും. പിന്നെ വേണ്ടത് സ്വഭാവമാണ്, ദീനാണ്. അതുകൊണ്ട് ദീനീ ബോധമുള്ള അച്ചടക്കമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചോ എന്ന് മുത്ത് റസൂലുള്ളാഹ്. പെൺകുട്ടികൾക്കും ദുആ ചെയ്യണം, പടച്ചവനെ എനിക്ക് സ്വാലിഹായ ഭർത്താവിനെ തരണേ. ദുആ എന്താണ്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. മൻ കാന ലഹു 3 ബനാത്തിൻ, പെങ്ങന്മാരോടുള്ള ബാധ്യത. ചെറുപ്പക്കാര് ഗൾഫിൽ പോയി പ്രവാസികളായി 4, 5, 10 വർഷങ്ങൾ ജീവിച്ച് പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്ത അവസാനം സ്വന്തമായൊരു വീട് പോലും ഇല്ലാതെ മരിച്ചു പോകുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വീടില്ലെങ്കിലും അല്ലാഹുവിന്റെ കോടതിയിൽ വീടുണ്ട്. നിങ്ങൾ നിരാശരാവണ്ട. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മൻ കാന ലഹു 3 ബനാത്ത്, ഒരാൾക്ക് 3 പെൺകുട്ടികൾ ഉണ്ടായാൽ, ഔ 3 അഖവാത്ത്, അല്ലെങ്കിൽ 3 സഹോദരിമാരുണ്ടായാൽ, ഔ ഇബ്നതാൻ, 2 പെൺകുട്ടികൾ ഉണ്ടായാൽ, ഔ ഉഖ്താൻ, 2 സഹോദരികൾ ഉണ്ടായാൽ, ഫഅഹ്സന സുഹബതഹുന്ന, പെങ്ങന്മാരോട് നല്ല രീതിയിൽ പെരുമാറി, മക്കളോട് നല്ല രീതിയിൽ പെരുമാറിയാൽ, വത്തഖല്ലാഹ ഫീഹിന്ന, അവരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയന്നാൽ, ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലാണെന്ന് മുത്ത് റസൂലുള്ളാഹ്. 3 പെൺമക്കളെ 18 വയസ്സ് വരെ പ്രായപൂർത്തിയാകുന്നത് വരെ വളർത്തി, എന്നിട്ട് കുഫുവത്തതായ അനുയോജ്യരായ ഭർത്താക്കന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ, ചെറുപ്പക്കാരാ, അല്ലാഹു നൽകാൻ പോകുന്നത് സ്വർഗ്ഗമാണ്. അല്ലാഹു അവരിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. ഏതായാലും എല്ലാവരും ഭരണാധികാരികളാണ്. ഒരു കുടുംബം എന്ന് പറയുമ്പോ ഉപ്പയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്, മക്കൾക്കുമുണ്ട്, ജ്യേഷ്ഠനുമുണ്ട്, അനുജനുമുണ്ട്, ഭാര്യമാർക്കുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, എല്ലാവരും ഭരണാധികാരികളാണ്. എല്ലാവരോടും അല്ലാഹു ചോദിക്കും, നിങ്ങളുടെ ഡ്യൂട്ടിയെ കുറിച്ച് അല്ലാഹു ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിർത്താണ്, കുറെ വൈകി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഖൈർ ചെയ്യട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾ കുറെ ദുആ ചെയ്തില്ല നേരത്തെ. ഇൻഷാ അല്ലാഹ് ഇനി വരും ദിവസങ്ങളിൽ ദുആ ചെയ്യും. നല്ല മനോഹരമായ ഭക്ഷണം ഒരുക്കിയ ആ വീട്ടിൽ അല്ലാഹു സ്വർഗീയ ഭക്ഷണം നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് സ്വർഗീയ പാനീയം നൽകുമാറാവട്ടെ. ആ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. ദുആ ചെയ്യാറുണ്ടല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. പടച്ചവനെ, ഞങ്ങളുടെ പ്രസംഗങ്ങൾ, ഞങ്ങളുടെ വാളുകൾ, ഞങ്ങളുടെ സദസ്സുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ പിഴവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ റബ്ബേ. നാഫിആയ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ റബ്ബേ. അല്ലാഹുവേ, ജോലിയില്ലാത്ത ആളുകൾക്ക് നീ ഖൈറായ ജോലി നൽകണേ റബ്ബേ. കടങ്ങളുള്ളവർക്ക് ഹലാലായ രീതിയിൽ കൊടുത്തുവിട്ടാനുള്ള തൗഫീഖ് ചെയ്യണേ റബ്ബേ. വീട് കെട്ടുന്നവർക്ക് വളരെ ഭംഗിയായത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയാസങ്ങളില്ലാതെ കടങ്ങളില്ലാതെ ചെയ്തു വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, ഞങ്ങൾ കൂടെ വന്നവരൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ പോകുമ്പോഴും വളരെ താല്പര്യത്തോടെ വരികയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ചെറുപ്പക്കാർക്കൊക്കെ അല്ലാഹു ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു അവരുടെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരെയും ആഖിബത്ത് നന്നായി മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ നന്നാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് നീ തഖ്വ നൽകണേ റബ്ബേ. നീ ഞങ്ങളെ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണേ റബ്ബേ. നിയ്യത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ഇവിടെ കൂടിയ എല്ലാവരെയും നീ വിജയിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, സദസ്സിലിരുന്ന എല്ലാവരെയും നീ വിജയിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, നാളെ സ്വർഗ്ഗത്തിൽ ഇതേപോലെ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വലാത്തും ദിക്റും ഇൽമിന്റെ മജ്ലിസും ഖുർആൻ ഓതിയതും നിസ്കരിച്ചതൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ. ഭക്ഷണം കഴിച്ചവര് ഇല്ലല്ലേ? പോകുമ്പോ കൊണ്ടുപോകാനോ കഴിച്ചിട്ട് പോകാനോ?
ഇൻഷാ അല്ലാഹ് ചീരനുണ്ട് ഇവിടെ. അതൊരുക്കിയ ആളുകൾക്ക്, അതിനെ സഹായിച്ച ആളുകൾക്കൊക്കെ അല്ലാഹു സ്വർഗ്ഗീയ ഭക്ഷണം നൽകുമാറാവട്ടെ. ചീരന് വാങ്ങിയിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന് ഞങ്ങളുടെ അസുഖങ്ങൾ നീ ശിഫപ്പെടുത്തി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ.